ഒരു ഗുരുനാഥനില്ലാതെ ഒരു പഠനവും പൂർത്തീകരിക്കാനാവില്ല എന്ന് പറയുന്നത് വളരെ ശരിയുള്ള കാര്യം തന്നെയാണ്. അങ്ങനെ ഒരു ഗുരുനാഥന്റെ കീഴിൽ വിദ്യ അഭ്യസിച്ച ഒരാളെ ഞാനിന്ന് പരിചയപ്പെടുത്തി തരാം. പോകാം നമുക്ക് വീഡിയോയിലേക്ക്. ചേട്ടാ സുഖേട്ടാ, നമസ്കാരം. നമസ്കാരം. ഞാൻ ആദ്യമായിട്ടാണ് അതെല്ലേ? ഒരു ഇന്റർവ്യൂല് വരുന്നത്. അത് നമുക്ക് വലിയൊരു കൂട്ടിത്തരം കിട്ടി. ആ. പിന്നെ നമ്മുടെ 2023 നമ്മളെ റക്കപ്പെട്ട ബ്രദേഴ്സ് അതെ, പറപ്പിച്ചത്. അത് നിങ്ങളെ ഫൈസലൊക്കെ നിങ്ങളെ എന്റെ ഗുരുനാഥൻ. ഗുരുനാഥനാണ്. അതെ, ആ അതെ. പ്രാവ് കൂടി ഉണ്ടെന്ന് ഞാൻ തീർച്ചയായിട്ടും. അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മൂപ്പര്, അതൊരു വലിയ കഥ തന്നെയാണ്. അത് മൂപ്പര് നമുക്ക് അവിടെ പറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ആ. പറന്നുകൊണ്ടിരിക്കണം പ്രാവ്. ആ. മൂപ്പര് എനിക്കൊരു വാക്ക് തന്നിട്ട്, ഇടയിൽ ഒരു വാക്ക് പറയും, ആ. ഇത് നിനക്ക് ഗിഫ്റ്റ് വെച്ചിട്ടുണ്ട്. ഞാൻ ഇത്രത്തോളം വലിയ ഗിഫ്റ്റ് ആണെന്ന് അറിയില്ല. 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 നമ്മുടെ അവിടുത്തെ മൂപ്പര് പറ നിശാന്ത്, പിന്നെ ഫൈസൽക്ക്, ആ. നമ്മുടെ വീരനും ആ. ഞങ്ങൾ പറപ്പിച്ചത് അവിടെ. ആ. അപ്പൊ മൂപ്പര് നമുക്കൊരു ഗിഫ്റ്റ് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാനും മൂപ്പര് നമ്മൾ വൈകുന്നേരം ഒരു ചെറിയൊരു സംസാരം നടക്കണം, ആ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ. ഞാൻ മൂപ്പര് ഇളക്കാൻ പഠിക്കുന്ന പറഞ്ഞ് ചോദിക്കും, ഉം. എന്ത് ഫൈസൽക്കാരൻ, നമുക്കൊക്കെ ഇപ്പൊ ഇവിടെ യോഗം കേട്ടു, നിനക്കൊരു യോഗം ഉണ്ട്, ഞാൻ ആ. വെച്ചിട്ടുണ്ട്, പറയാട്ടോ, ഒരു സമയം കഴിഞ്ഞിട്ട് പറയാമോ. അപ്പൊ മൂപ്പര് ആ സമയം കഴിയുമ്പോ എന്റെ അടുത്ത് പറഞ്ഞു. പക്ഷെ അത് രാവിലെ ആയിരുന്നു കേട്ടോ പറഞ്ഞത്. പറഞ്ഞത്. ഏകദേശം പുലർച്ചെ ഒരു 5:30 തൊട്ട് 6 മണി ആയി. ആയി. അത് നിൽക്കുമ്പോ ഇതൊരു ടൈം ഇട്ടാ ഇത് നിനക്ക് ഞാനൊരു ഗിഫ്റ്റ് ആയിട്ട് തരാൻ വേണ്ടി വെച്ചത്. എനിക്ക് പ്രാവ്. ഒരുപാട് ചെയ്തു ആ പ്രാവ് ഞാൻ മിണ്ടാണ്ടിരിക്കുക, തമാശ രീതിയാണ് ഞാൻ കണക്കാക്കി എടുത്തത്. ആ. പക്ഷെ അത് മൂപ്പര് ഇത്രത്തോളം പ്രതീക്ഷിച്ചില്ല ഞാൻ തരുന്നത്. അപ്പൊ അത് ഗിഫ്റ്റ് ആയിട്ട് തന്നെയാണ്. അപ്പൊ അതിനിടയിൽ നമ്മുടെ കൂട്ടുകാരനൊരാള്, ഒരു നമ്മുടെ ഷെഫീഖ്, അദ്ദേഹം ഒരു ചെറിയൊരു പ്രശ്നമായിട്ട് ഇങ്ങനെ ഒരു ഭയങ്കരമായിട്ട് ഒരു ഇതിൽ നിൽക്കുകയാണ്. പന്തയം ആ നടത്തിയ പന്തയം ആ സമയത്ത് ആ. അയാൾക്ക് ഒരു വയ്യായ്മയുണ്ട്, ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു. ആ. നമ്മുടെ ഒരു കൂട്ടുകാരനാണ്, മൂപ്പര് മേപ്പറം തന്നെയാണ്. അപ്പൊ അവർക്കൊരു ചാരിറ്റി ചെയ്യാന്നുള്ള എയിമില് നമ്മള് 4-5 പേരും കൂടി തീരുമാനത്തിൽ വെച്ചപ്പോ ഫൈസൽക്ക് വലിയൊരു കാര്യം പറഞ്ഞു, നമുക്ക് പറഞ്ഞ പ്രാവിനെ തന്നെ കൊടുക്കാം. ഞാൻ വളരെ സന്തോഷത്തോടെ പറഞ്ഞു, അങ്ങനെ തന്നെ നമുക്ക് ചെയ്യാം. അപ്പൊ അതിന് ടോക്കൺ രൂപീകരിച്ചിട്ട് നമ്മളത് കൊടുക്കാന്നുള്ള എയിമിലായിരുന്നു ഇട്ടത്. ഏത് 27 അത് 27 പറഞ്ഞ പ്രാവിനെ നമ്മുടെ ഷിബോട്ടം പോലുള്ള ആൾക്കാര്, അങ്ങനെ കുറച്ച് പേര് അങ്ങനെ നമുക്ക് പറഞ്ഞു, എന്നാ നമ്മൾ ഇത്രയും റിസ്ക് എടുത്തിട്ട് അത് കൊടുക്കാൻ നല്ലൊരു മനസ്സ് തന്നെയാണ്. നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, ഇപ്പൊ പറഞ്ഞ ഇതായിട്ടല്ലേ ഉള്ളൂ. അതിന് പകരം അതിന്റെ അതേ വകുപ്പിലുള്ള പ്രാവന്നെ കൊടുക്കാൻ അച്ഛനും അമ്മയും പോലുള്ള അതിന്റെ നേരെ താഴത്തുള്ള കുഞ്ഞുങ്ങൾ പൈസക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഡയറക്റ്റ് തന്നെ നമ്മൾ വിൽക്കാൻ വേണ്ടിയിട്ട് അത് ടോക്കൺ ഫ്രീ ആയിട്ട് തന്നെ കൊടുക്കും. ടോക്കൺ ഗ്രൂപ്പിൽ പറഞ്ഞു കൊടുത്തു. നേരെ ടോക്കൺ അന്ന് ലൈവ് വീഡിയോ ചെയ്തിട്ടുണ്ട്, ഷിബോട്ടും എല്ലാവരും ഉണ്ടായിരുന്നെന്ന് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് ആ ഒരു അംഗീകാരം അങ്ങനെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ജിയോട്ടെ, ഈ പ്രാവ് ഫീൽഡിലേക്ക് വന്നത് എത്ര കൊല്ലം മുന്നാണ്? നമ്മളൊരു 10-20 കൊല്ലം മുമ്പുണ്ട്. എത്ര പ്രാവ് പറപ്പിച്ചിട്ടുണ്ട്? അയ്യോ, അത് ഇപ്പോഴാണ് പറപ്പിച്ചത്. ഈ ഒരു 4-5 കൊല്ലം തന്നെ ആയിട്ടുള്ളൂ. പക്ഷെ എല്ലാ കൊല്ലവും ദൈവസഹായം കൊണ്ട് നമ്മൾ നല്ലൊരു ടൈം വെക്കാൻ പറ്റിയിട്ടുണ്ട്. ഈ സ്ഥലം കറക്റ്റ് ആയിട്ട് എവിടെയാ വരുന്നത്? ഇത് സ്ഥലം വന്ന് കറക്റ്റ് വന്നിട്ട് കറുകോടി മന്നം മണപ്പുള്ളി ഭഗവതി. ഇവിടെ അടുത്ത് തന്നെയാണ് നമ്മുടെ രാജേഷ് കറുകോടി, പണ്ട് 25 2022 ആ സമയമാണ്. 23 നമ്മളെ അങ്ങനെ കേറി വരും. പിന്നെ ഈ 25 പിന്നെ ആ സമയം ബ്രേക്ക് ചെയ്തിട്ടില്ല. മണിയേട്ടൻ മാക്സിമം നമുക്ക് പാലക്കാട് ജില്ലക്ക് പേര് വാങ്ങി തന്നു. അത് നമ്മുടെ റെക്കോർഡ് മണിയേട്ടൻ, ബൈക്ക, അങ്ങനെയുള്ള മുതിർന്ന എല്ലാവരും, ചിപ്പോട്ടെ, കുറെ പേര് നമുക്ക് നല്ല ടൈം വിട്ടു തന്നു. പാലക്കാട് ജില്ല മാനങ്കാട്. അടുത്ത കൊല്ലം പ്രാവ് കൂട് ഇപ്പൊ ഇവിടെ 7 കൊല്ലമുണ്ട്. മുമ്പ് 10 കൊല്ലം മുമ്പ് നമ്മുടെ കൂട്ടുകാരന്മാർ വളർത്തുമ്പോൾ അവരെ കൂടെ തന്നെയായിരുന്നു. ഇതിന്റെ പുറകിൽ പോണതിന് വീട്ടുകാർ ഒരുപാട് സാധ്യതയുണ്ട്. ഫീൽഡും വീട്ടിൽ സിറ്റുവേഷൻ മോശമായപ്പോ വീണ്ടും ജോലി. തറവാട് ഇവിടെ തന്നെ ഇല്ല, തറവാട് തറവാട് ഞങ്ങള് അവിടെ കോഴിപ്പറമ്പ് പറഞ്ഞ സ്ഥലമുണ്ട്, ആ ഭാഗത്താണ് തറവാട്. അവിടെ പ്രാവുണ്ടായിരുന്നു? ഇല്ല, അവിടെ നമ്മൾ കൂട്ടുകാരന്റെ ബാക്കിലായിരുന്നു, വീട്ടിലായിരുന്നു പ്രാവ്. പക്ഷെ അന്ന് പ്രാവ് വളർത്താൻ ഭയങ്കര മോശമായിട്ട് എന്തോ റൗഡികൾ വളർന്ന പോലെ കാണും. അന്നും പ്രാവ് ഫീൽഡിൽ പിന്നെ തീർച്ചയായിട്ടും അയാൾ ആക്റ്റീവ് ആണ്. അതിനുള്ള ഒരുപാട് സ്ക്രാച്ചസ് ദേഹത്തുണ്ട്. അവിടെ ഇവിടെ കയറി പിടിച്ച് പറപ്പിക്കുന്നതിന് നോക്കണേയും ഒക്കെ ഉണ്ട്. ഇവിടെ കൊണ്ടുവന്നിട്ട് കറുകോടി കൊണ്ടുവന്നിട്ട് നമ്മൾ കൂട്ടുകാരന്മാര് 4 പേര്, നമ്മൾ 4 കൂട്ടുകാരന്മാരുണ്ട്, എല്ലാരും കൂടി സെറ്റ് ചെയ്താണ്. സെറ്റ് ചെയ്തു. നമ്മള് ടൂർണമെന്റ് ഇവിടെ സെറ്റപ്പ് ചെയ്തു. വെച്ച കൊല്ലം തന്നെ നമ്മുടെ കൂട്ടുകാരില് അതിലൊരു കൂട്ടുകാരൻ അതിലുണ്ട്, ബാക്കി 2 കൂട്ടുകാർ പുറത്തുണ്ട്. അപ്പൊ അതിൽ പറപ്പിച്ചതാണ് ഇവിടെ ഫസ്റ്റ് ഞങ്ങൾ പറപ്പിച്ചത്. ഒരു ടൈം ഇട്ടത് 12 പറപ്പിച്ചിട്ടുണ്ട്. ഒരാഴ്ച പന്തയം തന്നെയാണ് നമ്മൾ ഫസ്റ്റ്. അതായത് അന്ന് സൺഡേ ടൂർണമെന്റ്, നമ്മൾ വലിയ ടൂർണമെന്റ് ചെയ്യാനുള്ള ആയിരുന്നു. പിന്നീട് ഞങ്ങള് ഓരോ ടൂർണമെന്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ അവര് വർഷം ഓർമ്മയുണ്ട് ആ സമയം? വർഷം പറഞ്ഞാൽ നമുക്ക് ഏകദേശം കൊറോണ സമയത്ത് തന്നെയാണ്. അതിനുശേഷം അവര് സെപ്പറേറ്റ് ജോലിക്ക് കയറിയപ്പോ എല്ലാവർക്കും വരാൻ മുട്ടിയപ്പോ നമ്മൾ ഈ ഒരു ഓപ്ഷൻ എടുത്തു. വീട് കെട്ടിയത് തന്നെ ശരിക്കും അതിന് പറഞ്ഞ പോലെ ഒരു അവസ്ഥയാണ്. താഴത്ത് വീട്ടിൽ ആദ്യം 1-ാം നിലയായിരുന്നു. നമുക്ക് ഇറങ്ങാനുള്ള ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നി. അതൊക്കെ മനസ്സിനൊരു ഇതായിരുന്നു. പിന്നെ 2-ാം നിലയാക്കിയപ്പോ നമുക്ക് മാത്രം പോയല്ലോ. AC വെച്ച് ആരും കുറ്റം പറഞ്ഞാലോ കൊണ്ട് AC വെക്കാണ്ടിരുന്നോ. അതിനുള്ള ബിൽഡിംഗ് വാർത്തു, എല്ലാ സെറ്റപ്പും ചെയ്തു. ഇനി അവർക്ക് ഒരു കുറവില്ല. പക്ഷെ അതുകൊണ്ട്
നമ്മൾ മറ്റുള്ളവരുള്ള നല്ലൊരു നമുക്ക് രീതി പെരുമാറാൻ കഴിയണമുണ്ട്. നമുക്ക് നല്ലൊരു ടൈമുണ്ട്. നമുക്ക് ഇവിടെ ഒരുപാട് പേര് പ്രാർത്ഥിച്ചിട്ടുണ്ട്. കുറച്ച് പേര് കുറ്റം പറയുന്നുണ്ട്. അതൊന്നും കാര്യമില്ല. ആ കുറ്റം ഉള്ളത് കൊണ്ടാണല്ലോ നമ്മൾ കയറി വരുന്നത്. അപ്പൊ ഞാൻ അതങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഗുരുദാസ സ്ഥലത്ത് നമുക്ക് സപ്പോർട്ട് ആ സമയത്ത് ഫൈസൽക്കാർ നന്നായി സപ്പോർട്ട് ചെയ്യും, രാജേഷ് കർകോട്ടി ഇവരൊക്കെയാണ് വോട്ടിന്റെ കാര്യങ്ങളും പറഞ്ഞു തന്നെ രീതികളും ഫുഡ് എങ്ങനെ വെക്കണം. പിന്നെ നമ്മുടെ ഗുരു നേരം ഇത് തന്നെ പറയുള്ളൂ. ഫൈസൽക്കാണ് ഗുരു. അപ്പൊ അദ്ദേഹത്തിനെ പറഞ്ഞ അദ്ദേഹത്തിന്റെ സ്വഭാവം എല്ലാവർക്കും പറ്റണമെന്നില്ല. അയാൾക്ക് പറ്റണ സ്വഭാവമാണ്. നമുക്ക് നമ്മുടെ കൂടെ അയാളെ പഴകിയാലേ അയാളെ സ്വഭാവങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ആള് തുറന്ന മനസ്സിലാകും. ഇങ്ങനെ വളവളന്ന് പറയും, മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ ആരും വേദനിപ്പിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അതൊക്കെ ഉള്ളൂ. ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കുമ്പോ ഒരുപാട് കൂളൊക്കെ കണ്ടായിരുന്നു ഈ ചുറ്റുഭാഗത്തൊക്കെ. അവരൊക്കെ സപ്പോർട്ടിങ് ആണ് പ്രാവോട്ടുന്ന സമയത്തൊക്കെ. അതില് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഉണ്ട്, സപ്പോർട്ട് എല്ലാവരും ഉണ്ട്. പക്ഷെ ചില സമയത്ത് അവര് തന്നെ നമുക്കൊരു ഇടങ്ങേറായി മാറാറുണ്ട്. രാത്രി ചെറിയൊരു അലമ്പൊക്കെ വരാറുണ്ട്. അത് ഇക്കൊല്ലോടെ സംഭവിച്ചിട്ടില്ല, അതിന് മുമ്പ് നമ്മൾ സംഭവിച്ചിട്ടില്ല. അത് വേറെ കുഴപ്പമൊന്നുമില്ല. ഓരോരുത്തര് അവരും 10-15 കൊല്ലം ആയതല്ലേ, മനസ്സിലാക്കിയാൽ മതി. ഞാൻ പറയും, കുറ്റം പറയാനൊന്നുമില്ല. പക്ഷെ അങ്ങനെ അവരൊക്കെ ഉണ്ടാകില്ല നമുക്ക് ഇമ്പ്രസ് ഉണ്ടാവുള്ളൂ. നമുക്ക് ഈ സീസണിലപ്പോ പറവ വീണത് പറവയുടെ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് വിട്ട പ്രാവുകള് നമ്മൾ പറപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആണ് നിശാന്തിന് ഒരു ആക്സിഡന്റ് സംഭവിച്ചത്. നമ്മൾ തെച്ചി നിശാന്ത്. അത് ഒരുപാട് ചാരിറ്റി ഗ്രൂപ്പിലൊക്കെ ഒരുപാട് പേര് കേട്ടോ. ഒരുപാട് പറയാൻ പറ്റാത്ത ഹെൽപ്പ് കുറെ പേര് ചെയ്തിട്ടുണ്ട്. അത് ഇന്നാള് എല്ലാവരും കേട്ടോ. സ്വന്തം അനിയന് ഞാനേ പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പൊ അതേമാതിരി സമയത്ത് ഓട്ടിക്കൊണ്ടിരിക്കുന്ന അവൻ തന്നെയായിരുന്നു. ആ ദിവസം കാലത്ത് ആ പ്രാവ് നമ്മൾ ഒരു ഉച്ചക്ക് 12 മണിക്കോ 1 മണിക്കോ വിട്ട പ്രാവാണ്. പിറ്റേ ദിവസം രാവിലെ 6 മണിക്ക് ആ പ്രാവിനെ ഇറക്കാൻ നിൽക്കുന്ന സമയത്ത് ഈ ഉറക്കമില്ലാത്തത് കൊണ്ട് ഇങ്ങനെ നിന്ന സമയത്ത് ഈ ബൈക്കുമായിട്ട് പിറ്റേ ദിവസം രാവിലെ പോയി. നാട്ടിലേക്ക് പോകും, ഞാൻ വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞാണ് കൊടുത്തത്. നാട്ടിലേക്ക് പോയപ്പോഴാണ് ഈ സംഭവം നടന്നത്. പിന്നെ അതിന് ശേഷം ഓട്ടോ കാര്യങ്ങളൊക്കെ തെറ്റി, പ്രാവിന്റെ എല്ലാ നമുക്ക് റൂട്ടൊക്കെ തെറ്റി മൊത്തം. പക്ഷെ ജിജുശ്രീ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി തളരാതെ വീണ്ടും പ്രാവുകളെ പറപ്പിച്ചിട്ട് ഒരു വിട്ടിട്ട് നല്ലൊരു സമയം കണ്ടെത്തിയിട്ടുണ്ട്. നമുക്ക് ചോദിക്കാതെ എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ. അപ്പൊ ആള് അങ്ങനെ ആക്സിഡന്റ് ആയിട്ട് പെട്ടെന്ന് പ്രശ്നമായി, നിങ്ങൾക്കും ഡൗൺ ആയി പെട്ടെന്ന്. അത് കഴിഞ്ഞിട്ട് ബോട്ടുകളൊക്കെ തെറ്റി, ടൈമിംഗ് ഒക്കെ മാറി. അതിലും അവൻ ഒരു വാക്ക് നമ്മളടുത്ത് പറഞ്ഞിട്ട് വിടണം, പന്തയം വിടാണ്ടിരിക്കാൻ പാടില്ല, വിടണം. നമ്മൾ വിട്ടിട്ടുണ്ട്. ആ സമയത്ത് പന്തയം എന്ത് സംഭവിച്ചു നമ്മൾ മുമ്പ് സംസാരിച്ച കാര്യങ്ങളുണ്ട്. പന്തയം വിടണം, ഈ സമയം ഒരു ടൈം ഇടണമുണ്ട്. നമ്മൾ അതേ പ്രാവുകളെ വിടുകയാണ്. വിടുന്ന സമയത്ത് അന്ന് റഫറിമാർക്ക് നല്ല സപ്പോർട്ടുണ്ട് എല്ലാവരും. NPF പറപ്പിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ ഡോക്ടർ രാജു ഷോയിൽ പറപ്പിച്ചിട്ടുണ്ട്. അതെ അതെ, തിരുവനന്തപുരം കൊച്ചിയിൽ ഇപ്പൊ 2 പ്രൈസ് അടിച്ചിട്ടുണ്ട്. അതിൽ തന്നെ ഈ പുള്ളിക്കാരനെ ആക്സിഡന്റ് ആയി അതിന് ആ സമയത്ത് തന്നെ 17 പറപ്പിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാനല്ല. ഞാൻ 10 മണി കഴിഞ്ഞ പരിപാടി മതി ഓഫ് ചെയ്യാൻ പറഞ്ഞു. നമ്മുടെ പ്രാവിന്റെ കപ്പാസിറ്റി നമുക്കറിയാം. മറ്റുള്ളവര് അത് എന്ത് പറയണം നോക്കിയിട്ട് നമുക്ക് നിന്നിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഇവന്മാര് പറയും അതൊക്കെ 8 മണി വരെ പറക്കുള്ളൂ. ഈ പ്രാവിന് അത്ര കപ്പാസിറ്റി അത് തന്നെ ഇരിക്കും. അത്ര പറക്കുള്ളൂ, അത്ര. ഞാൻ ശരി, കുഴപ്പമില്ല. കാരണം അത് 8 മണിക്ക് ഇരിക്കാൻ കാരണം എന്താന്ന് ഇവർക്ക് ദൈവം എന്നുള്ള ഒരാളുണ്ട്, സമയം എന്നുള്ളവരുണ്ട്. എവരി ഡോഗ് ഈസ് എ ഞാൻ അത്രേ പറയുള്ളൂ. അപ്പൊ അതേപോലെ ആ പ്രാവ് ഒരു ദിവസം അതേ പ്രാവിനെ തന്നെ വിട്ടടിക്കണം ഒറ്റ എയിമിൽ മാത്രമായിരുന്നു. അവര് രണ്ടാൾക്ക് ആ പ്രാവിന് എപ്പോഴും ഫുൾ ഓട്ട് തന്നെ കൊടുക്കാൻ പറ്റിയിട്ടുള്ളൂ. നമുക്ക് രാവിലെ വിടും, ഞാൻ കടയ്ക്ക് പോകും, വൈകുന്നേരം വരെ പറക്കും. നമുക്കൊരു ഉറപ്പുണ്ട് നമ്മുടെ പ്രാവ് പറക്കുന്നത്. പറന്നുകൊണ്ടെങ്കിൽ രാത്രിയും പറപ്പിച്ച പ്രാവാണ്. ആ പ്രാവുകളൊക്കെ ഞാൻ കാണിച്ചു തരും. ഈ പ്രാവുകളെ വിടുന്ന സമയത്ത് ഈ പ്രാവ് ജോഡിക്ക് മാത്രമേ വിട്ടുള്ളൂ, സിംഗിൾസ് വിട്ടിട്ടേ ഇല്ല. ജോഡി തന്നെ വിടുള്ളൂ. ഈ വെള്ളകളുടെ കൂടെ മാത്രം ജോയിന്റ് പറക്കുള്ളൂ ഈ പ്രാവ്. അപ്പൊ വേറെ ജോയിന്റ് അടുത്തുള്ള കൂടുകളോ കൂടുകൾ ഏത് വിട്ടാലും അവര് 2 കട്ടയ്ക്ക് പറക്കും. അത് കഴിഞ്ഞിട്ട് രാത്രി കാലങ്ങളിൽ അവർ ഒരാൾ മേൽപ്പറവ്, ഒരാൾ താഴ്പറവാണ്. അപ്പൊ അല്ലല്ല, 2 മെയിലാണ്. 2 മെയിലാണ്. വയസ്സ് ഏകദേശം അവർക്ക് 2 പട്ടാവും, അതായത് 2 വയസ്സ് അത്ര തന്നെ ആയിട്ടുള്ളൂ അവർക്ക്. അവര് പറവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ മേൽപ്പറവ്, ഒരാൾ താഴ്പറവാണ്. അത് ഗെയിം പോലെ കളിക്കുക. ഒരാൾ അടിയിൽ മാത്രം കവർ ചെയ്യും, ഒരാൾ ഓടി ഓടി വന്ന് ഇങ്ങനെയുള്ള കപ്പ. അപ്പൊ ആ ദിവസം ഒരു 3 പ്രാവായിട്ട് പുറത്തൊരു പ്രാവും കൂടി ജോയിന്റ് ഉണ്ടായിരുന്നു. അതിങ്ങനെ ഇറങ്ങിയൊക്കെ കൂടെ ആയപ്പോ അതുകൊണ്ട് നമ്മളൊന്നും സെറ്റ് ആവുള്ളപ്പോ നമ്മൾ 17 പ്രാവ് ഇരുത്തുകയും ചെയ്തു. 17 പ്രാവ് ഇരുത്തു. 15 വെട്ടിട്ട് NPF വെട്ടിട്ട സമയമാണ്. 15 വെട്ടിട്ട് 17 ഇരുത്തി. 2 മണിക്കൂർ കയറി പറഞ്ഞു. പറഞ്ഞു, തീർച്ചയായിട്ടും പറഞ്ഞു. അതേ പ്രാവ്, അതായത് 13-12 പറക്കുള്ളൂ. അത് അവര് തീരുമാനിച്ചാണ്. അപ്പൊ അതൊക്കെ വന്നിരിക്കും. എപ്പോഴും ഒരാളുടെ വാക്കില് എല്ലാ ദിവസവും നമുക്ക് ഒരു ദിവസം വെയിറ്റ് ചെയ്യില്ല. ആ വെയിറ്റ് അനുസരിച്ച് എനിക്ക് ഉണ്ടായിരുന്ന ലൈഫില് നമ്മൾ നമ്മുടെ പ്രാവിൽ വിശ്വസിക്കുക, നന്നായി പറപ്പിക്കുക. പിന്നെ ഗുരുക്കന്മാരെയും മൂത്തവരെയും നമ്മൾ വാക്കുകൾ കേൾക്കുക. അത് കേട്ട് ചെന്നുള്ളൂ. കൂടെ നിന്നിട്ട് കുടിതോണ്ടതിനെക്കാട്ടും നല്ലത് കൂടെ നിന്ന് ഒത്തൊരുമ ചെയ്ത് ആ പേര് എന്നാലും കൂട്ടുകാരന് കൊടുക്കണം എന്ന് മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ. ഈ ഫീൽഡ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ നല്ല ചെലവും കാര്യങ്ങളെല്ലാം ഉണ്ട്. കുട്ടികളടക്കം എനിക്ക് നോക്കാൻ പറ്റില്ല. അത്രയും പെർഫെക്റ്റ് നോക്കണം പറഞ്ഞാൽ നമുക്ക് ക്രൈസ്. ഇതിന്റെ നന്ദിയൊന്നും ഈ പറഞ്ഞ മനുഷ്യന്മാർക്കില്ല. അപ്പേട്ടൻ പറഞ്ഞ വീഡിയോ ഞാൻ കേട്ടാണ്. സത്യം അതാണ് ഇടപേട്ട, സത്യമില്ല. ഈ കാണുന്ന ഒരു ഹാപ്പിനെസ് കൂടെ നിൽക്കുമ്പോൾ എല്ലാവർക്കും അവന്റെയും കൂടി പറക്കണം എന്നുള്ള എയിം ഉണ്ടെങ്കിൽ സന്തോഷമേ ഉള്ളൂ. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമുക്കും ലൈഫിൽ നടന്നിട്ടുണ്ട്.
പറന്ന പ്രാവുകൾ നമ്മൾ കാണിച്ചു തരും. ആ പ്രാവ് തന്നെയാണ് 17 പറഞ്ഞതും. കയറി പറക്ക ഇനിയും തന്റെ അടുത്ത് അടുത്ത കൊല്ലം അതേ പ്രാവിട്ട് അതിനും മേലെ ഒരു 3 മണിക്കൂർ അല്ലെങ്കിൽ 20 മണിക്കൂർ മേലെ കവർ ചെയ്തിട്ട് പറപ്പിക്കും. കൺഫേം. അത് ദൈവം അന്ന് അനുഗ്രഹിക്കട്ടെ ഞാൻ പറയുള്ളൂ. അവനെന്ന ആക്സിഡന്റ് സംഭവിച്ചില്ലെങ്കിൽ നമ്മൾ ഇതിനെ പറപ്പിച്ചിട്ടുണ്ടാവും. വർക്ക് നമുക്ക് 2 വീലർ സർവീസ് സെന്റർ ആണ്. A to Z A to Z ഒന്നുണ്ട്. ജിജുശ്രീ മോട്ടോഴ്സ് ഉണ്ട്, കല്ലേക്കാട് ഒന്നുണ്ട്. ഫസ്റ്റ് സ്റ്റോക്ക് വണ്ടികൾ, ഹോണ്ട വണ്ടികളാണ് ഞാൻ ചെയ്യുക. നമുക്ക് ഫസ്റ്റ് സ്റ്റോട്ട് പഠിച്ച പാർക്ക് തന്നെയാണ്. ആ ഒരു 10-15 കൊല്ലമാണ് ലൈഫിൽ ആകെ ചേഞ്ച്. ഹരിയാനയിലായിരുന്നു, മാനുഫാക്ചറിലായിരുന്നു. അവിടെ പഠിച്ച് പണിയെടുത്തിട്ടുണ്ട്. അവിടെ 5 കൊല്ലം പണിയെടുത്താണ്. വണ്ടി ഉണ്ടാക്കണം, ഹോണ്ട ഉണ്ടാക്കണം. അതിനുശേഷം നമ്മൾ വന്നിട്ട് ഈ റൗണ്ടിൽ ഹോണ്ടയിൽ കയറിയായിരുന്നു. അങ്ങനെ കുറെ കാലം പോയി, കുറെ അനുഭവിച്ചു. അതിനുശേഷം ഒരു സമയം നമുക്കും ഉണ്ട്. ആ തെളിഞ്ഞ സമയത്തിലാണ് ഞാൻ വീട്ടിൽ സംസാരിക്കുന്നു, പ്രാവ് വയ്ക്കണം പറയണം. ഒരു മറ്റുള്ളവർ പറഞ്ഞ സ്വന്തം വീട്ടുകാരെ തീരുമാനം കേട്ടോ. പ്രാവ് ഊറിയ വീട്ടിലേക്ക് കേടാണ്, പ്രശ്നങ്ങളാണെന്നൊക്കെ പറയും. ഞാൻ നമ്മുടെ അച്ഛനോട് ഒരു വാക്കേ കേട്ടുള്ളൂ, പ്രാവ് കുറുകണ വീട്ടിൽ മാത്രമേ പ്രശ്നമുള്ളൂ, പ്രാവ് കുറുകാത്ത വീട്ടിൽ പ്രശ്നമില്ലേ. അവിടെയാണ് കൂടുതലെ പ്രശ്നം. ഇവിടെ രണ്ട് കൈകൾ തമ്മിൽ കൂട്ടിയടിച്ചാലേ പ്രശ്നം വരുന്നു. അപ്പൊ ഞാൻ അവിടുന്ന് വരുന്നു, ഞാൻ വേറെ ഒരു പരിപാടിയില്ല, എനിക്ക് ഇതിലേക്ക് പോകണം, ഇത് ഞാൻ ചെയ്യുന്ന പറഞ്ഞ് അങ്ങനെ ഈ ഫീൽഡിലേക്ക് വന്ന് ഇപ്പൊ സന്തോഷത്തോടെ പോകണം. ഇന്ന് ഭാര്യ, കുട്ടികള്, അമ്മ എല്ലാവരും സപ്പോർട്ടാണ്. വീട്ടിലെല്ലാവരും സപ്പോർട്ടാണ്. അടിപൊളിയാണ്. തർപ്പിക്കുമ്പോ അവരുടെ പ്രാർത്ഥനയും കൂടിയാണ് 17 പറഞ്ഞാൽ കാരണം കേട്ടോ. താഴത്ത് നിന്ന് പ്രാർത്ഥിക്കാനാണ്, വേറെ വഴിയൊന്നുമില്ല. ഈ 17 പറഞ്ഞ പ്രാവ് ഏകദേശം കേറി പറഞ്ഞിട്ടില്ല. അതാ പിന്നെ പ്രാവ് പറഞ്ഞിട്ടുണ്ട്. അവൻ പിറ്റേ ദിവസം രാവിലെ വരെ 2 ഓട്ട് പിള്ളേ പറപ്പിച്ച പ്രാവാണ്. രാവിലെ 5 മണി 6 മണിക്ക്. ഇവര് മറ്റുള്ളവര് അറിയുമ്പോ നമ്മളൊരു 4 വിട്ട് കൂടുതൽ വിട്ട് ഇരുത്തുള്ളൂ. അതല്ലാണ്ട് ഇപ്പൊ എന്ത് കേട്ടാൻ പറയാം, അവന് പടത്തിന്റെ ഊക്കാണ്, പ്രാന്താണെന്നൊക്കെ പറയും. നോ പ്രോബ്ലം, എനിക്കത് വിഷയമല്ല. അതൊക്കെ ആയിക്കോട്ടെ. ഈ സ്നേഹിക്കുന്നവർക്ക് അതിന്റെ വില അറിയുള്ളൂ. ഒരു ദിവസം വരാണ്ടിരിക്കുമ്പോൾ ആ ദിവസം ഫുഡ് കഴിക്കാൻ സങ്കടങ്ങൾ നമുക്ക് അറിയുള്ളൂ. മറക്കാൻ പറ്റാത്ത എന്താ അനുഭവങ്ങള് പ്രാവിന്റെ ഓട്ട് പ്രാവ് മിസ്സായി പോയിട്ട് വരാതിരിക്കുമ്പോ? അത് ഉണ്ടായിട്ടുണ്ട് ചേട്ടാ. ഞാൻ ഈ ഒരു 10-100 പ്രാവ് ഉണ്ടെങ്കിലും അത് 4 പ്രാവ് നമ്മൾ സെലക്ട് ചെയ്ത് ഓട്ടിയപ്പോ ഓട്ട് പ്രാവിന്റെ കൂടെ സപ്പോർട്ട് പ്രാവ് പറപ്പിക്കും. അത് ഞാൻ പ്രാവ് കാണിച്ചു തരും. സപ്പോർട്ട് പ്രാവ് ഞാൻ പറപ്പിക്കും. ഞാൻ ഉദ്ദേശിച്ചില്ല ആ പ്രാവ് സപ്പോർട്ടർ അല്ലേ, അത്ര പറക്കുള്ളൂ. പക്ഷെ അതായിരുന്നു നമുക്ക് ആ ഒരു വഴി കാട്ടി തന്നത്. അതാണ് നമ്മള് ചണ്ടിയിലാണ് ചാറുണ്ടാകുക പറയില്ലേ, അത് ശ്രദ്ധിച്ചാൽ മതി എല്ലാവരും. നമ്മുടെ കൂട്ടത്തിൽ തന്നെ ബെസ്റ്റ് ഉള്ള പ്രാവുകൾ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. തേടി പോകേണ്ട ആവശ്യമില്ല. ട്രെയിനിങ് പക്കയായാൽ മതി. പിന്നെ ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് അത് നമ്മള് മുതിർന്നവരത്തെ അഭിപ്രായം നമ്മൾ കേൾക്കാണ്ട് ഒരു അഭിപ്രായം പാടില്ല. സ്വയം അഭിപ്രായം ചെയ്യാനായിട്ടുണ്ടെങ്കിൽ പിന്നെ ആരുടെ അഭിപ്രായം കേൾക്കാൻ പാടില്ല. സ്വയം തീരുമാനത്തിൽ പറപ്പിക്കണം. നമ്മുടെ ടെൻഡൻസല്ലോ ഫുഡ് കാര്യങ്ങൾ കൊടുക്കുമ്പോൾ അതിനെന്തെങ്കിലും വേരിയേഷൻ വരുന്നുണ്ടോ, അത് എന്തൊക്കെ കാണിക്കണത്. ആ സമയത്ത് ചിലവർ പറയും ഇത് കേറുന്നില്ല, വേറെ എന്തെങ്കിലും കൊടുക്കുന്ന പെട്ടെന്ന് ഫുഡ് ചേഞ്ച് ചെയ്യാൻ പാടില്ല എന്ന് ഒരു പാഠം ഞാൻ അതിൽ പഠിച്ചു. അതിന് കൊടുക്കുന്ന അതേ ഫുഡ്, അതിനെന്താണ് അതിന്റെ ശരീരം, അതിന്റെ മാനസികമായ കാര്യങ്ങളും നമ്മളും അതും തമ്മിൽ 5 മിനിറ്റ് നോക്കുമ്പോൾ അറിയാൻ പറ്റും. അവന്റെ പെർഫോമൻസ് അറിയാൻ പറ്റും. അങ്ങനെ നോക്കി നമ്മൾ വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ പാറ്റേണല്ലോ ഫുഡിന്. നമുക്ക് എന്തെങ്കിലും വ്യത്യാസം വന്നാൽ മാറ്റി കൊടുക്കണം. കൊടുക്കുക. ക്ലൈമറ്റ് അനുസരിച്ച് ചേഞ്ച് ചെയ്യണം. ക്ലൈമറ്റ് അനുസരിച്ച് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ചെയ്യും. ആശാന്റെ അടുത്ത് ചോദിച്ചിട്ട് പിന്നെ തീർച്ചയായിട്ടും ആശാൻ വരും, രാത്രി വരും. മിക്ക ദിവസങ്ങളും എല്ലാ ദിവസങ്ങളില്ല. മൂപ്പര് ഇടയ്ക്ക് വരാൻ പറ്റില്ല. മൂപ്പർക്ക് ചിലപ്പോൾ ഈ മഞ്ഞടിച്ച കവകെട്ടിന്റെ പ്രശ്നമാണ്. അപ്പൊ വീഡിയോ കോൾ വിളിക്കും, കാട്ടാൻ പറയും, ഫിറ്റ്നസ് നോക്കാൻ പറയും. പിന്നെ രാവിലത്തെ ചെയ്യേണ്ട കാര്യങ്ങൾ, മുമ്പ് വിടാനുള്ളതിന് മുമ്പുള്ള കാര്യങ്ങൾ, അത് പിന്നെ രാജേഷ് വീട്ടിൽ നിന്ന് വരും, നോക്കി തരും. കരോട് രാജേഷ് ബെസ്റ്റ് കൂട്ടുകാരനാണ്. അപ്പൊ 2-3 വർഷമായിട്ട് ചെറിയ കാര്യങ്ങളായിട്ട് മൂപ്പര് ബാക്കപ്പ് ആയിരുന്നു. അടുത്ത പ്രാവശ്യം ഒരു ടൈം വെച്ചിരിക്കുന്ന വാശിയില് നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ജിജുവേട്ടൻ ഇപ്പൊ ആ സമയത്ത് ഒരു 5-6 കൊല്ലം മുന്നേ, ഒരു 7 കൊല്ലം കഴിഞ്ഞാലും ടൂർണമെന്റ് ഇപ്പൊ വേറെ ആൾക്കാരാണെങ്കിലും ഇപ്പൊ ഒരു വലിയ ടൈം ഇട്ടിട്ട് പിന്നെ അങ്ങനെ ഡൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ ജിജുവേട്ടന്റെ കൂടുതലേക്ക് നേരെ വരുമ്പോ ജിജുവേട്ടൻ പറഞ്ഞ ഏരിയ ടൂർണമെന്റിലാണ് ഒരു 12 സംതിങ് ആദ്യം വിട്ടു. പിന്നെ അവിടെ അങ്ങോട്ട് 14, 15, 16 അങ്ങനെ കയറ്റിക്കൊണ്ട് വന്നല്ലേ. എന്നിട്ടല്ലേ 17ക്ക് വന്നിരിക്കുന്നത്. അപ്പൊ ഇനി നെക്സ്റ്റ് 26 ആവുമ്പോ എന്തായാലും നിങ്ങൾ പറഞ്ഞാല് 3-4 മണിക്കൂർ കൂട്ടുന്നുള്ള കാര്യത്തിന് സംശയങ്ങൾ ട്രെയിനിങ് അതാണല്ലോ. ആ ട്രെയിനിങ് നമ്മൾ ചെയ്യാൻ പറ്റും. അതിന് അപ്പൊ ഈ പ്രാവശ്യം ചെയ്ത അതിന്റെ ബാക്കപ്പുകൾ അതിന് എന്തൊക്കെ കാണിച്ചത്, അതിന് എത്ര കയറ്റാൻ കപ്പാസിറ്റി ഉണ്ട്, അതിന് എത്ര കയറ്റാൻ നമുക്ക് പറ്റും എന്നുള്ളത് നമ്മുടെ പ്രാവിലൊരു കഴിവുണ്ട്. നമ്മൾ സ്വയം തീരുമാനിക്കുന്നതല്ല. അപ്പൊ അതും കൂടി അതിന്റെ കഴിവും കൂടി മനസ്സിലാക്കി ആ പ്രാവിനെ നമ്മൾ ഒന്നും കൂടി ട്രെയിൻ ചെയ്യും. അതിന്റെ അടുത്ത ബാച്ചുകൾ നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ട്. ചിലവരിപ്പോ റിംഗ് ഒക്കെ കാണുമ്പോഴേ നമുക്ക് വിടാൻ പേടിയാണ്. റിംഗ് കണ്ടു കഴിഞ്ഞാൽ എന്തോ കപ്പലാണോ വേണ്ട അപ്പൊ പിടിച്ച് വെട്ടി വെക്കുകയാണ്. നമ്മളത് ട്രെയിൻ ചെയ്യാൻ വേണ്ടി A to Z ഗുരുനാഥനാണ്. A to Z എന്റെ കടപ്പേരാണ്. പക്ഷെ ഇത് ചിലവര് പറയും നമ്മൾ തമ്മിൽ ലിങ്കാണ്. ഒരിക്കലല്ല കേട്ടോ. ഫൈസൽക്ക് ഫസ്റ്റ് A to Z ഇടണം. ഞാൻ ഇട്ടത് ഏകദേശം 15 കൊല്ലായി. A to Z വർക്ക്ഷോപ്പിന്റെ പേരാണ്. വർക്കിനനുസരിച്ച് കുറിച്ച് ഇട്ട പേരാണ് A to Z. ഫൈസൽക്ക് ഇട്ടത് ഫൈസൽക്ക് ഫൈസൽക്കുടെ ടെൻഡൻസിലിട്ടാണ് A to Z. അത് ഫൈസൽക്ക് തന്നെ പറഞ്ഞിട്ട് 4-5 കൊല്ലം മുമ്പ് തന്നെയാണ് ആ റിംഗ് ഇറക്കണത്. നമ്മൾ ഇറക്കപ്പെട്ട അബദ്ധ എന്നുള്ള പേരിൽ തന്നെ മുമ്പ് പറപ്പിക്കുക.
അതിൽ രുചിശ്രീ A to Z നമ്മൾ കൊടുക്കാൻ കാരണം ഞാൻ എന്റെ വർക്കിനെ ഉദ്ദേശിച്ചിട്ടും ആ ഒരു പേരിലാണ് കൊടുക്കും. പിന്നെ അത് രണ്ടും ദൈവത്തിന്റെ അനുഗ്രഹമാണല്ലോ. ഇപ്പൊ A to Z ഒരു വിറ്റാമിൻ സിറപ്പ് ഉപയോഗിക്കണമെന്ന് പറഞ്ഞാൽ അത് എന്റെ പേരിലല്ലല്ലോ ഇറക്കിയിരിക്കുന്നത്. അത് ആർക്കും വേണ്ടി ഹോൾഡിംഗ് ആവാലോ. ഇപ്പൊ നമ്മളെ കഴിഞ്ഞ സീസണിൽ വിട്ട പ്രാവന്നെയാണോ ഇപ്പൊ ഈ സീസണിൽ വിടാൻ ഉദ്ദേശിക്കുന്നത്, അതോ വേറെ പുതിയ പ്രാവിന് ചാൻസ് കൊടുക്കും? അവരുണ്ട്, അടുത്തത് ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ റെഡിയാക്കി വെക്കാണ്ടിരിക്കില്ലല്ലോ. റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തെച്ചി തന്നെ റെഡിയാക്കി. തെച്ചി ഉണ്ട്, പിന്നെ ജിജീഷ് ഉണ്ട്, പിന്നെ ഫൈസൽക്ക് എന്തായാലും വരും. നമ്മുടെ ഇടയിലെത്തും. പിന്നെ എന്റെ കടയിൽ എന്റെ സ്റ്റാഫിന്റെ അനിയനായിട്ട് ജസ്റ്റിൻ ഉണ്ട്. അവൊന്നും പ്രാവ് അറിയില്ല, അവനാണ് ആ പ്രാവ് പറപ്പിച്ചേട്ടോ. അതാ രസം. ജസ്റ്റിന് വീഡിയോ കണ്ടെങ്കിലും അച്ഛനെ നോക്കി വെച്ചേട്ടാ. ജസ്റ്റിന്റെ ഒപ്പം വരും, പുറത്തന്നെ ഒരാള്. അപ്പൊ അവനാണ് വർക്കിക്കാൻ സപ്പോർട്ട് ചെയ്തത്. ഞാൻ ഇരിക്കില്ല കേട്ടോ, രാത്രി എനിക്ക് ഇരിക്കാൻ പറ്റില്ല വേണ്ട. ഞാൻ 12 മണി ഞാൻ പോകും, എനിക്ക് പറ്റില്ല. ജോഡി സെറ്റിംഗ്സ് ഒക്കെ രാജേഷ് ഫൈസൽക്ക. പ്രാവള് നമ്മളിപ്പോ പാലക്കാട് പ്രാവൾ തന്നെയാണ്, അത് പുറത്തുനിന്ന് ഏതെങ്കിലും കൊണ്ടുവന്നാണ്? ഇപ്പൊ ഫൈസൽക്കാട് മിക്സിംഗ് ആണ്, അല്ലാണ്ട് ഇല്ല. ഫൈസൽക്കാട് പ്രാവൊക്കെ എവിടെ നിന്ന് കൊണ്ടുവന്നൊക്കെ അറിയാൻ പറ്റും. ആശ അങ്ങനെ വെളിപ്പെടുത്തില്ലല്ലോ. പല ഭാഗത്തും കൊണ്ടുവരും ജോഡി സെറ്റ് ചെയ്യും. എന്നെ കൊണ്ട് പറഞ്ഞേക്കുന്നത് നിങ്ങൾ അപ്പം നിന്നാ മതി കുഴി എണ്ണണ്ടാന്ന് പറഞ്ഞേക്കുന്നത്. പിന്നെ പറഞ്ഞേക്കുന്നത് നിങ്ങൾ ഉണ്ടാക്കാൻ പറ്റി സ്വയം ഉണ്ടാക്കി അങ്ങോട്ട് പറപ്പിച്ച് കാണിക്കുക പറഞ്ഞു. അങ്ങനെ ചെയ്ത വെല്ലുവിളിക്കും. മൂപ്പര് വെല്ലുവിളിക്കാണ് നമുക്ക് ആ പവർ ഉള്ളത്. പിന്നെ അത് ചിലവർ മനസ്സിലാക്കാത്ത അയാളെ കുറ്റം പറയായിരിക്കും. അത് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. ഒരു തവണ 2 തവണ കാണിച്ചു തരും, അതിനുശേഷം പിന്നെന്താ ഒരു തവണ 2 തവണ കാണിക്കും. അത് റഫായിട്ട് കാണിക്കും, നൈസായിട്ടൊന്നും പറഞ്ഞു റഫായിട്ട് കാണിക്കും. ആ മെന്റാലിറ്റി അങ്ങനെയാണ്. പിന്നെ ഒരാഴ്ച വരും, ഒന്നും കൂടി പെർഫോമൻസ് പറഞ്ഞു തരുമ്പോൾ നമുക്ക് ലെവലുകൾ അറിയാം. പിന്നെ അവർ തമ്മിലൊരു ചർച്ചയിൽ നമുക്ക് പറഞ്ഞാൽ നമ്മൾ ആ ട്രെയിൻ ചെയ്ത് പറപ്പിക്കാം. അത്രേ ഉള്ളൂ. തെറ്റ് പറ്റാത്തൊന്നുമില്ല, എല്ലാ തെറ്റ് പറ്റിയിട്ട് തെറ്റുന്നോട് ശരിയായത്. ഈ 8 മണി പറഞ്ഞ സമയത്ത് 7 മണി പറഞ്ഞ സമയത്ത് ചിരിച്ചിട്ടുണ്ട്. നമ്മള് റഫറി കുറവ് നമുക്ക് ഇഷ്ടപ്പെട്ട റഫറി അവരെന്നെ പറയും നിങ്ങളെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത്രയൊക്കെ പറക്കുള്ളൂ എന്ന്. അപ്പൊ ആ ഒരു വാശിക്ക് ഈ പ്രാവ് രണ്ടാമത്തെ നമ്മള് ചാൻസ് വിടുമ്പോ, അതായത് നമ്മള് ജാരി കൂട്ടായ്മ വിട്ടിട്ടുണ്ട്, അന്ന് വെണ്ണക്കര ടൂർണമെന്റ് വിട്ടിട്ടുണ്ട്, ജിമമഞ്ചിക്ക വിട്ടിട്ടുണ്ട്, NPF വിട്ടിട്ടുണ്ട്. ഈ ദിവസം ഇതേ പ്രാവ് തന്നെയാണ്, ഈ 2 പ്രാവ് തന്നെയാണ്. ഉച്ചയ്ക്കാണ് ഒരു പ്രാവ് ഇരുന്നത്. അത് ചാൻസ് ആക്കിയിട്ട് മറ്റേ പ്രാവാണ് 7:52 പറന്നു വന്നിട്ട് ഇരുന്ന് നമ്മള് മണിയാട്ടന്റെ ടൂർണമെന്റ് വിട്ട സമയത്ത് ഡിസ്ട്രിക്ട് വിട്ട സമയത്ത് അതില് ഇരുന്ന പ്രാവ്. അപ്പൊ അവരൊക്കെ ഒരു ഉദാഹരണം. അത്രയൊക്കെ പറക്കുള്ളൂ, അത് അതിന് അത്ര കപ്പാസിറ്റി ഉള്ളൂ. അതേ പ്രാവ് വിട്ട് അതേ ടൈമും കഴിഞ്ഞ് ഞങ്ങൾ സെക്കൻഡ് വോട്ട് കൊടുത്ത്, അത് ഇവര് ആ സംഭവം നടന്ന ശേഷം സെക്കൻഡ് വോട്ട് കൊടുത്ത് രാത്രി തന്നത് ഞാനും ഹരിക്കുട്ടി നമ്മുടെ കൂട്ടുകാരനാണ്, അനിയനാണ്, ഇവിടെ വരും. അവനും കൂടി വിട്ട് സെക്കൻഡ് റൗണ്ട് ഓട്ടിയിട്ടാണ് ആ പ്രാവിനെ വീണ്ടും വിടുമ്പോ തെച്ചി ഏകദേശം അന്നൊരു 10 ദിവസത്തോളം ആയിട്ടുണ്ട് നിഷാന്തിന് ഈ സംഭവം നടന്നിട്ടാ. അപ്പോൾ അവൻ ജസ്റ്റ് അവിടെ പറഞ്ഞ ആ പറയണ സൗണ്ട് നമുക്ക് വോയിസ് ഇടും, സംസാരിക്കുമ്പോൾ കിട്ടില്ല. എന്നാലും പ്രാവ് ഇരുത്തണ്ടെന്ന് മാത്രമേ പറയുള്ളൂ. പ്രാവ് പറന്നുകൊണ്ടിരിക്കണം. അന്ന് 10 മണിക്ക് പറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ 10 കഴിഞ്ഞു, രാജേഷ് പറഞ്ഞിരിക്കേണ്ട ചേട്ടാ പറക്കട്ടെ. 11 കഴിഞ്ഞു, 12 കഴിഞ്ഞു, അതിലും കൂടി പറക്കാനുള്ള സെറ്റപ്പ് അതിനുണ്ട്. ഒരേ ആ പറഞ്ഞ ടൈമിന് 18 മണിക്കൂർ 20 മണിക്കൂർ പറഞ്ഞിട്ട് പ്രാവ് ഇരിക്കുള്ളൂ. തെമ്പുണ്ട്. ഞാൻ എന്റെ ഒരു ഇതിൽ ഇരുത്തി കേട്ടോ. ഞാൻ എന്റെ ഒരു ഇതിൽ ഓടി വന്നിട്ട് ഞാൻ വെട്ടുവിടണം. പൈസക്ക് താഴ്ന്ന ചീത്ത പറഞ്ഞിട്ട്, രാജേഷ് ചീത്ത പറഞ്ഞിട്ട്, എല്ലാവരും ചീത്ത പറഞ്ഞിട്ട് ഞാൻ ആ പ്രാവ് ഇരുത്തിയാണ്. മതി, എനിക്ക് അത്ര മതി. 15 അതായത് 14 വർപ്പിച്ചിട്ട് പോയ കൊല്ലം 14 to 15 വർപ്പിച്ചു. ഈ പ്രാവിനെ തന്നെ ഇല്ല, വേറെ പ്രാവ് അത് ഇവിടെ ഉണ്ട്. അത് ഫീമെയിലാണ്. അത് 2 ഫീമെയിലുകളുണ്ട്. അത് ഇവിടെ തന്നെ ഉണ്ട്. ആ 2 ഫീമെയിലിന്റെ മേലെയാണ് പിന്നെ മെയിൽ. ഇതൊക്കെ പറപ്പിച്ച് വെച്ച പ്രാവുകൾ. രാത്രിയാണ് ഏറ്റവും കൂടുതൽ പറപ്പിക്കുക. രാവിലെ അത്ര കണ്ടില്ല. പിന്നെ 27 മണിക്കൂർ പറഞ്ഞ പ്രാവ് ഇവിടെ ഉണ്ടല്ലോ. അവിടെ ഉണ്ട്. അതിനെ പിന്നെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ പറ്റില്ല, കുഞ്ഞുങ്ങളെടുക്കാനല്ലേ പറ്റും. അല്ല, കുഞ്ഞുങ്ങൾ അത് ബ്രീഡിംഗ് ആകുന്നത്. നമ്മളിപ്പോ ഒരു ടൈം ഇട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവർ പറയും അത് അത്രേ പറയുള്ളൂ, അടുത്ത വോട്ട് വിട്, അതിനെ നോക്കട്ടെ. ഈ പറഞ്ഞവർ ഇതേപോലെ വിടണം. 27 മണിക്കൂർ പറപ്പിച്ചിട്ട് അവർ സ്വന്തം കൂട്ടിൽ പറപ്പിച്ചിട്ട് ഞാൻ ഇതേമാതിരി ആ പ്രാവിനെ വിടണം. അത് ഇമ്പായിക്ക് അല്ലാണ്ട് വേറെ മണിയേട്ടനോ അല്ലാണ്ട് ഞാൻ വേറെ ആരും ഞാൻ കണ്ടിട്ടില്ല. അതിൽ അങ്ങനത്തെ കേസുകൾ മാത്രമേ നമ്മളത് പറയുള്ളൂ. ആ പ്രാവിനെ നിങ്ങൾ വീട് 2ാമത്തെ റൗണ്ട് വീട്, അത് പറക്കോ ഇല്ലേ നോക്കട്ടെ. അതിന്റെ കുഞ്ഞുങ്ങളില് ഞാൻ പൈസക്ക് അറിയാണ്ട് 2 കുഞ്ഞെടുത്തതില് ആദ്യം പറഞ്ഞിട്ടില്ല, പിന്നെ 2 കുഞ്ഞും പറഞ്ഞു. 27 ഇട്ടിട്ട് അന്ന് മൂത്തിട്ടില്ല. പ്രാവ് പറക്കുമ്പോ 8 കല്യാണം പ്രാവ് പറഞ്ഞു. അതിൽ ഒരു പട്ടാവ് ആവണ സമയത്ത് ഞാൻ ഇവിടുത്തെ ഫീമെയിൽ കുറച്ച് ഏജ് ഉള്ള ഒരു മെയിൽ പ്രാവാണ്. അത് മെയിൽ നമ്മളോട് ഫീമെയിലും കൂടി മിക്സ് ചെയ്തിട്ട് 2 കുഞ്ഞുങ്ങൾ എടുത്തു. പൈസക്ക് അറിയില്ല, ഇല്ല പറയും 3 വയസ്സ് കഴിയാണ്ട് 2 വയസ്സ് കഴിയാണ്ട് കുഞ്ഞെടുക്കാൻ സമ്മതിക്കില്ല, എടുക്കാൻ സമ്മതിക്കില്ല. അത് അങ്ങനെ എടുക്കാൻ സമ്മതിക്കില്ല. മൂപ്പര് കണ്ടുപിടിച്ചു ഇവിടെ വന്നിട്ട്. ആ ജോഡിന്റെ പേരന കുഞ്ഞിനെ കണ്ട് ചോദിച്ചു ഇതേതാ ജിജോ പ്രാവ് കിട്ടും. ഞാൻ മാറ്റി പറഞ്ഞു. മൂപ്പര് കണ്ടുപിടിച്ച് തന്നു. ശരി, പ്രാവിനെ വിടട്ടാ, പറക്ക് നോക്കുകയാണ്. പക്ഷെ ആ പ്രാവ് ആദ്യം പറന്നില്ല. 9 കല്ല് വരെ പറന്നില്ല. പറക്കാൻ 1/2 മണിക്കൂർ 1 മണിക്കൂർ പറക്കുള്ളൂ. പിന്നെ ആ പ്രാവിന് ട്രെയിനിങ് ഒരു രീതി വ്യത്യാസമുണ്ട്. ഒരു പ്രാവ് ഇപ്പൊ വല്ലാണ്ട് മുടുക്കാണെന്ന് പറപ്പിക്കാം. ഒരു ട്രെയിനിങ്ങിൽ ഒന്ന് പേടിപ്പെടുത്താം. ആ ഒരു പേടിപ്പെടുത്തി കഴിഞ്ഞ ശേഷം ആ പ്രാവ് നമ്മുടെ 3 മണി 4 മണിക്ക് ഇരുന്നതുണ്ട്. നൈറ്റ് ഫുള്ളോട്ടില്ല 11 മണി 12 മണി തൊട്ട് വിടും. ഞാൻ കട്ടൗട്ട് കൊടുത്ത് ഇവിടുന്നൊന്നല്ല, നമ്മുടെ ട്രെയിനിങ് ഇവിടുന്നല്ല. ഞാൻ കുറച്ച് ബോക്സിലേക്ക് കടയിൽ കൊണ്ട് വിടും. 12 മണിക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറ്റില്ല.
അപ്പൊ 1 മണി 2 മണിയാകുമ്പോൾ ഞാൻ ഫ്ലാറ്റിൽ കൊണ്ടുപോകും. നമ്മുടെ ഷോപ്പ് ചുണ്ണാമ്പറയുണ്ട്, അവിടുന്ന് പ്രാവിനെ വിടും. അവിടുന്ന് വിടും ഞാൻ പ്രാവ്. അപ്പൊ നമുക്ക് 2-3 ദിവസം വിടുന്ന സമയത്ത് ഈ പ്രാവ് അവിടെ ഒന്ന് കവർ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് അടുത്താണല്ലോ, ഇവിടുന്ന് ഫ്ലാറ്റ് എത്താൻ വലിയ സമയം. അപ്പൊ എന്റെ വീടിന്റെ അവിടുന്ന് അത് കവർ ചെയ്തിട്ട് പിന്നെ ആ പ്രാവ് അവിടെ വരാൻ തുടങ്ങി. അത് നമ്മുടെ കൂട്ടുകാർ ആഴ്ച പറഞ്ഞതാണ് ഇവിടെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സംഭവം നടക്കുന്നു. അതേ വീട്ടിൽ കണ്ടിന്യൂസ് ചെയ്യുമ്പോൾ എന്റെ വർക്കും നടക്കും, ഈ പ്രാവിന്റെ ഓട്ടും നടക്കും. അങ്ങനെ വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രാവുകള് ആ 1.5 കിലോമീറ്റർ ഡിസ്റ്റൻസ്, ഹോമർ ലോങ് ഡിസ്റ്റൻസ് നമ്മുടെ സാധാ പീജൻസ് ഒക്കെ നമ്മുടെ കവറിംഗിൽ വന്നു പോകും. നമ്മുടെ പറവ് കൂട്ടിലേക്ക് ആ പ്രാവ് നമുക്കൊരു നമ്മുടെ പന്തയത്തിന് ഒരു സമയം ഉണ്ടല്ലോ 10 മിനിറ്റ്, ആ സമയത്തിൽ പ്രാവ് പിന്നെ തീർച്ചയായിട്ടും നമുക്ക് അത്രയല്ല വേണ്ട. നമുക്ക് റോട്ടിൽ കൂടെ പോകാൻ 20 മിനിറ്റ്, ഒരു പക്ഷിക്ക് അത്ര ദൂരം പോകാൻ ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് മതി. പോയി അങ്ങനെ നിൽക്കില്ല, നിൽക്കാൻ പാടില്ല. അത് നിൽക്കുന്ന പ്രാവുകൾക്കുള്ള രീതികൾ വ്യത്യാസം നമുക്ക് അറിയാം. ഓട്ട് പ്രാവിലെ സ്പീഡുള്ള പ്രാവുകൾ, പെട്ടെന്ന് പോയിട്ട് വരുന്ന പ്രാവ്, സ്ലോ മോഷനുള്ള പ്രാവുകളും അതിന്റെ ചിറകിൽ തന്നെ ദൈവങ്ങളെ കൊടുത്തിട്ടുണ്ട്. ആ പ്രാവിന്റെ പറവയിൽ തന്നെ നമുക്കത് ട്രെയിൻ ചെയ്യുമ്പോൾ അറിയാൻ പറ്റും നമ്മുടെ രീതിയിലിട്ടുള്ളൂ. അപ്പൊ നമുക്ക് കറക്റ്റ് ടൈമിംഗ് ആണ്. ഞാൻ അങ്ങനെ വിടുള്ളൂ. വൈകുന്നേരം ആകുമ്പോഴേക്കും ചിലപ്പോ 4-5 പ്രാവ് ആവും. ഞാൻ 12 മണിക്ക് വിടും. അതിനുശേഷം വൈകുന്നേരം 4 മണിക്ക് 2 കൊണ്ട് വിടും. രാത്രി ആകുമ്പോൾ 2 വിടും. അതിൽ ഏതൊക്കെ പ്രാവ് എപ്പോ കറങ്ങുന്നത് എനിക്കറിയാം. പണ്ടുണ്ടായിരുന്നു ഈ പിടിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, പിടിച്ച് തരാത്ത ആൾക്കാർ, അവരുടെ ചേട്ടനെ എന്താണ് പറയാനുള്ളത്? പിടുത്തം നിർത്തി അവർ പറവ പറപ്പിച്ചിട്ട് പേരെടുക്കുക. അതിന്റെ സുഖം ഒരു വേറെയാണ്. അത് ഞാൻ അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഇവർക്ക് പറയാം. പിടുത്തം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പിടിച്ചോന്നല്ല. നമുക്കിപ്പോ കോയമ്പത്തൂർ പോകണം, ഒരു 2 ഹോമർ, ഫസ്റ്റ് ഹോമർ റാവലുകൾ. ഈ റാവൽ പ്രാവിനെ 2500 രൂപ വാങ്ങി വെച്ചവനെ ഞാൻ. എന്നിട്ട് ഞാൻ വലിയ ആൾക്ക് നമ്മുടെ കൂട്ടുകാരന്മാരെ വരുമ്പോ പറയുന്നത് അത്ര 2500 വേണം, 10 മിനിറ്റ് അല്ല 10 മണിക്കൂർ 20 മണിക്കൂർ പുറക്കുന്നവിടെ തന്നിരിക്കണം. 10 മിനിറ്റ് തയ്ച്ച് പറയേണ്ട അവയുടെ പൈസ പോയിട്ടുണ്ട്. കുറെ പേരെ വിശ്വസിച്ചിട്ട് 35,000-40,000 അടുത്ത് കൂടുന്ന തന്നെ പ്രാവ് വാങ്ങിച്ചിട്ടുണ്ട്. വെറുതെ വേസ്റ്റ് ആയി പോയിട്ടുണ്ട്. ഇത് മഞ്ഞക്കണ്ണും കരിങ്കണ്ണൂട് ഇത് കടിക്കും, എവിടെ കൈ തന്നെ കടിച്ചു. അത് പൊതുവെ മഞ്ഞക്കണ്ണും കരിങ്കണ്ണും. പക്ഷെ ഇവര് തന്നെയാണ് ആ 2 ബേർഡ് അവർ തന്നെയാണ് വാങ്ങിച്ചത്. എന്നിട്ട് നമ്മൾ അതിട്ടിട്ട് മൊത്തം നമ്മളൊരു 4 ബേർഡോ 5 ബേർഡോ വാങ്ങിച്ചു. അങ്ങനെ വാങ്ങിച്ചതില് നമ്മൾ നല്ല മോശം പോയിട്ടുണ്ട്. നമുക്ക് പറഞ്ഞാൽ ആരെയും നമ്മൾ പറഞ്ഞോ ഇല്ലെന്നല്ല, ബേർഡുകൾ കൊടുക്കുമ്പോ പറ്റിക്കാതെ കൊടുക്കുക. നമ്മളൊരു ഉൾക്കൊണ്ടയിലാണല്ലോ അതൊക്കെ വളർത്തുന്നത്, സമയവും കളഞ്ഞ. അതിന് ചില ആൾക്കാര് സംഭവം എന്താണെന്നറിയോ, ഇപ്പൊ ലക്ഷങ്ങൾ കൊടുത്തിട്ട് പ്രാവിനെ മേടിച്ചു, പറക്കണില്ല, പ്രാവിന്റെ ഉടമയാണ് ഇപ്പോ പറ്റിച്ചു എന്ന് പറയണം. ഇപ്പൊ ജിജോയുടെ സംബന്ധിച്ചപ്പോ ജിജോയുടെ 2 ബേർഡിനെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഓട്ടാൻ അറിയാത്ത ആൾക്കാരുടെ അടുത്ത് കൊടുത്താണെങ്കിലും അവര് പറപ്പിക്കണ മെത്തേഡ് ശരിയല്ലെങ്കിലും പ്രാവ് പറക്കില്ല. പിന്നെ പ്രാവിന്റെ ഉടമ അതൊക്കെ നമ്മൾ പറഞ്ഞത്, നമ്മൾ പണ്ട് കാലത്ത് വിളക്കിൽ പന്തം വെച്ച് കത്തിച്ച് ഏഴര പ്രാവുകൾ, ചോരക്കണ പ്രാവുകൾ, ഇന്നൊക്കെ എല്ലാ വിദഗ്ധന്മാരാണ്. നമ്മളെയും കൂട്ടി അറിവ് അവർ യൂട്യൂബിൽ നോക്കിയിട്ടും മറ്റുള്ളവർ എത്ര നമുക്കിപ്പോ അവേണ്ട നിങ്ങൾ യൂട്യൂബ് എടുക്കുമ്പോൾ നമ്മൾ ഇത്ര പേര് അറിയണം, ഹോൾഡ് അറിയണത്. ഇത് ഒരുപാട് നമ്മൾ സെക്കൻഡ് കൊണ്ട് ഇത് മനസ്സിലാക്കി എടുക്കുന്നവര്. നമ്മൾ 10 വർഷമായി ഒന്ന് റെഡിയാക്കി എടുക്കാൻ. ഈ ബേർഡുകളെ നോക്കുക, ഓരോ പയ്യന്മാരത് പണ്ടത്തെ പോലെ റേവൽ പ്രാവിനെ കൊടുത്ത് അവർക്ക് നോക്കുക, വേണ്ടതല്ല പ്രാവ്, നല്ല പ്രാവ് തരും. അപ്പൊ നിങ്ങൾ അന്ന് ആലോചിക്കും, നമ്മൾ പണ്ട് ഒരു ചെറിയ മൊബൈൽ ഉപയോഗിക്കുമ്പോൾ എത്ര റിസ്ക് ഉണ്ടായിരുന്നു. ഇന്നത്തെ ടച്ച് ഉപയോഗിക്കുന്ന കുട്ടികളുടെ മസാലയും നമ്മുടെ മസാല വ്യത്യാസമുണ്ട്. അതേ പരിപാടി തന്നെയാണ് നമ്മളിപ്പോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അറിയാത്ത ആരുമില്ല, ഇന്ന് അറിയാത്ത ആരും. ഇന്ന് പ്രാവ് നോക്കാൻ അറിയണ എല്ലാ മിടുക്കന്മാരാണ്. എന്നാ അവര് സൈലന്റ് ആയി ഇരിക്കണമെന്നുള്ളൂ. എന്നാ ഇവരൊക്കെ വയലൻസ് ആയാണ്ടല്ലോ അവര് നമ്മളെങ്ങാട്ട് കൂടുതൽ പറപ്പിക്കും. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ മറ്റേ ഈ പറവത്തീറ്റയും കാര്യങ്ങളൊക്കെ ആയിട്ട് ചോദിക്കാവേണ്ടി വന്നാണ്. അപ്പൊ ഞാനിപ്പോ അതെന്തായാലും ചോദിക്കണില്ല. അതിന് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ജിജോട്ടൻ പറഞ്ഞൊരു പോയിന്റ് ഉണ്ടല്ലോ, നമ്മളിപ്പോ ചെറിയൊരു കുഞ്ഞി ഫോണിൽ നോക്കിയിട്ട് നമുക്ക് അന്ന് അറിയില്ലായിരുന്നു. ഇപ്പോഴത്തെ ന്യൂജൻ വരുന്ന സമയത്ത് ടച്ച് ഫോണ്, സ്മാർട്ട് ഫോണ്, അത് എന്നൊക്കെ അപ്പൊ ഏകദേശം യൂട്യൂബിൽ നോക്കിയാലും അറിയാൻ പറ്റും. എല്ലാവരും പ്രാവും പറക്കും, എല്ലാവരും പറക്കണം. ഞാൻ അത്രേ പറയൂ. സന്തോഷത്തോടെ പറയണം, എല്ലാവരും പറക്കണം. മറ്റുള്ളവരെ കുറ്റം പറയണ മുമ്പ് വന്ന വഴി മറക്കാതിരിക്കുക. എല്ലാവരും വന്ന വഴി മറന്നു കഴിഞ്ഞാൽ ഈ ഫീൽഡ് നന്നാകാൻ പറ്റില്ല. വന്ന വഴി എന്ന് പറഞ്ഞാൽ ഗുരുനാഥന്മാർക്ക് പഠിച്ചത്, ആ ഗുരുനാഥന്മാർ തന്ന നമുക്ക് പറഞ്ഞ കാര്യങ്ങള് കുറച്ച് ഒത്തിരി തെമ്പായി കഴിഞ്ഞ ശേഷം നമ്മൾ പറയും അയാളെ മറക്കണം, അയാൾക്ക് തേങ്ങ അറിയില്ല. അങ്ങനെ അല്ല കേട്ടോ. അവര് ചിലപ്പോൾ നല്ല രീതിയിൽ പറഞ്ഞാൽ നമ്മൾ കേൾക്കുണ്ടാവില്ല, കെട്ട രീതിയിൽ പറഞ്ഞാൽ നമ്മൾ കേൾക്കുണ്ടാവില്ല. നമ്മളെ തോന്നിയവാസം നമ്മൾ എങ്ങനെ പഠിച്ചത്, ആ നാഥന്റെ തന്നെ പഠിച്ചത്. അത് വന്ന വഴിയാണ്, അത് മറക്കാതിരുന്നാൽ മതി. അങ്ങനെ കുറ്റം പറയാ. അതുകൊണ്ട് ഞാനിപ്പോ എന്റെ അവിടെ പറപ്പിച്ച അന്തസ്സായി പറഞ്ഞത് ഞാനല്ല കേട്ടോ. ഞാൻ എപ്പോഴും ഞാൻ 12 മണിയിൽ എടുത്തുള്ളൂ. അതിന് ശേഷം ഓട്ടിയതൊക്കെ പയ്യന്മാരാണ്. അവര് നമുക്ക് ഒന്ന് ശമ്പളം കൊടുത്ത് നിർത്തിയതോ ഒന്നും കൊടുത്ത സ്നേഹബന്ധത്തിൽ പറഞ്ഞതാണ്, പറപ്പിച്ചാണ്. അവരെയും കൂടി കഴിവുണ്ട്, എല്ലാവരും തെളിയിച്ച് കാട്ടണ്ടേ. ഞാൻ ഒറ്റയ്ക്ക് പറപ്പിച്ചൊന്നും ഒരിക്കലും പറയില്ല. അതൊരു കോഴത്തരാണ്, അതിനുള്ള താല്പര്യം എനിക്കില്ല. ഇതിലെ ഒരു കൂട്ടായ്മ ഇല്ലാണ്ട് പറപ്പിക്കാൻ പറ്റില്ല. പിന്നെ നമ്മുടെ മത്സരങ്ങൾ നമുക്ക് ഇനി നടത്താൻ ഞാനിപ്പോ കമ്മിറ്റിയെ കൊണ്ട്, പാലക്കാട് കമ്മിറ്റിയെ കൊണ്ട് ഞാൻ ഒന്നേ പറയുള്ളൂ, നമുക്ക് 2 പന്തയം മതി ഈ പാലക്കാട് ജില്ലയിൽ. ഈ 2 പന്തയം ഇത്ര 100-150 പേരോളം നമ്മളുണ്ട്. നമുക്ക് ഈ കൊച്ചിയിൽ നടന്ന പോലെ തിരുവനന്തപുരം നടന്ന പോലെ ഉണ്ട്. ഈ തമ്മിൽ പ്രശ്നങ്ങൾ മാറ്റിയിട്ട് നമുക്ക് 2 പന്തയം നടത്തി. ഞങ്ങൾക്കിപ്പോ ഈ 1500, 2000, 3000 ഇങ്ങനെ കൊടുക്കുന്നത് 2 കമ്മിറ്റിക്കായി കൊടുത്താൽ അവർക്ക് സ്പോൺസർ കൊടുക്കാൻ നിറയെ പേരുണ്ടാവും. നമ്മൾ പാലക്കാട് ജില്ലയ്ക്ക് ഒരു പേരെടുക്കാൻ വേണ്ടി നിങ്ങളുടെ എല്ലാ ഒരു തർക്കങ്ങളൊക്കെ സ്നേഹത്തോടെ ചെയ്താൽ
ഇനി 5000 പന്തയ പീസ് ആക്കിക്കോളും, നമുക്ക് നഷ്ടമില്ല. ഈ 5000 10,000 പുറത്ത് പോകുന്നില്ലല്ലോ. 5000 ആക്കിയാലും നമുക്ക് 150ഓളം ഒരു 150ഓളം പേരുണ്ടെങ്കിലും കൂടെ, അല്ലെങ്കിൽ 200 പേരുണ്ടെങ്കിൽ കൂടെ 155 പേർക്കും പ്രൈസ് കൊടുക്കാം. ബാക്കി ആ 45 പേര് അടുത്ത പ്രാവശ്യം ഈ ടൈം അടിക്കാൻ വേണ്ടിയിട്ട് കയറി വരും. അങ്ങനെ കൊടുക്കുമ്പോൾ ഈ 8 മണി മിനിമം 12 മണിക്കൂർ വർപ്പിച്ചവർക്ക് ഒരു സർട്ടിഫിക്കറ്റ് ട്രോഫി ആ സ്റ്റേജിൽ കയറി വാങ്ങിയുള്ള അംഗീകാരമാണ് എല്ലാവരും കേൾക്കുന്നത്. അത് ചെയ്തു കൊടുത്ത പാലക്കാട് ജില്ലയിൽ എല്ലാവരും ആരുമില്ല. സൂപ്പർ ടൈം ഇവിടെ പറപ്പിക്കാം. പറയാട്ടോ, നമുക്ക് 2 പന്തയം പാലക്കാട് ജില്ലയിൽ നടത്താൻ സൂപ്പറായി നടത്താം അല്ലേ. നമുക്കൊരു 3000 ഒരു റഫറി ഫീസ് 2 റഫറി ഫീസ് നമുക്ക് അതിൽ വരുന്നുള്ളൂ. 4 വിടൽ വിട്ടാലും കുഴപ്പമൊന്നുമില്ല അതില്. അതായത് നമുക്കൊരു ചാൻസും കിട്ടും, ഒരു പറവയും പറപ്പിക്കാം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ 2 കമ്മിറ്റിയിലേക്ക് നമുക്ക് ധാരാളം കൊടുക്കാൻ അടിപൊളി സ്പോൺസർമാരെ പുറത്തുനിന്ന് വിട്ടു കൊടുക്കും. 4-5 കമ്മിറ്റി ആകുമ്പോൾ കൊള്ളുന്ന സ്പോൺസർ ആക്കുമ്പോൾ ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട്. ചിലവർക്ക് അവർ തമ്മിലുള്ള പ്രശ്നങ്ങളായിട്ട് കൊടുക്കാണ്ടിരിക്കുക. 2 കമ്മിറ്റിയാക്കി 2 റൂൾസ് ആക്കി. ഈ 2 റൂൾസ് വരുന്നവര് അങ്ങനെ വിട്ടോളി, ഒരു റൂൾസ് ഉള്ളവർ ഇങ്ങനെ വിട്ടോളി. ഈ 2 റൂൾസ് 2 കമ്മിറ്റി ആകുമ്പോൾ വിഷയം വരില്ല. ഒരു കമ്മിറ്റിയും ഒരു റൂൾസ്, അടുത്ത കമ്മിറ്റി വേറെ റൂൾസും ഫോളോ അപ്പ് ചെയ്യണം, വേറൊരു കമ്മിറ്റി അടുത്ത ഫോളോ അപ്പ് ചെയ്യും. പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഇതിൽ പറഞ്ഞതുണ്ട്, ഇപ്രാവശ്യം തന്നെ നല്ല ടൈം വന്നിട്ടുണ്ട് നമുക്ക് പാലക്കാട് ജില്ലയിൽ. അംഗീകരിക്കാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പ്, അംഗീകരിക്കാൻ പറ്റാത്ത 2 ഗ്രൂപ്പുകളായിട്ട് മാറിയിട്ടുണ്ട്. ഇത് അവരിൽ ഈ മെസ്സേജ് ഇടുന്ന സമയത്ത് എന്റെ 2 ഗ്രൂപ്പായിട്ട് ചേർന്ന ശേഷം നിങ്ങൾക്ക് ഉള്ളത് നിങ്ങൾ പറഞ്ഞോളൂ, അവർക്കുള്ള അവർ പറഞ്ഞു. ആ പീരീഡ് നമുക്ക് തിരിച്ചു തന്നെ നമുക്ക് പന്നയം ചെയ്യാൻ എളുപ്പണം. 4 വിടല് പ്രാവിന്റെ ആരോഗ്യം പോകണില്ല, നമുക്ക് പാലക്കാട് ജില്ലയിൽ തന്നെ വിട്ടാൽ മതി, നല്ലൊരു പൈസ കിട്ടിയാൽ നമുക്ക് തോന്നാറുണ്ട്. അതാണ് ഞാൻ പറയുന്നത്. അല്ലാണ്ട് ഒരാളെ എതിർത്തോ മറ്റുള്ള കമ്മിറ്റി കുറ്റം പറയാനോ അല്ല ഞാൻ പറയുന്നത്. നമുക്ക് എല്ലാവർക്കും എന്റെ ആഗ്രഹമല്ല, കേട്ടു നോക്കിക്കോളൂ. ഓരോ പ്രാവ് വളർത്തുന്ന ആൾക്കാരുടെ ആഗ്രഹം 2 പന്തയം മതി, 4 പന്തയം നമുക്ക് വേണ്ട. 7.5 പന്തയം നടത്തുന്നവർ 8.5 പന്തയം നടത്തിക്കോളും, നമ്മളതിൽ സപ്പോർട്ട് ചെയ്താൽ. അൺലിമിറ്റഡ് നടത്തുന്ന 2 ഗ്രൂപ്പുകൾ 2 ടീമായിട്ട് പിരിഞ്ഞിട്ട് അവരുടെ ഒരു റൂൾസ് ഇവരുടെ റൂൾസ് പറയുള്ളൂ. 2 റൂൾസ് നമ്മൾ ഉൾക്കൊള്ളാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ അത് പറപ്പിക്കാം. അതിലും താല്പര്യമുണ്ട്. പുറത്തു പോയി കാണുമ്പോൾ നമ്മുടെ നാട്ടിനെ കുറിച്ച് ആക്കുമ്പോൾ ചെറിയ സങ്കടങ്ങൾ മാത്രമേ ഉള്ളൂ. അവരവിടുത്തെ ഓരോ പെർഫോമൻസും അവര് ആ ചെയ്യണ ഓരോ വീഡിയോസും അവർ ചെയ്യണ അവിടുത്തെ ഓരോ ട്രോഫി കൊടുക്കണമെന്ന് കാണുന്ന സങ്കടങ്ങൾ നമുക്ക് നമ്മുടെ നാട്ടിനാലോചിച്ച് മാത്രമേ ഉള്ളൂ. പറവിയിലെ ബെസ്റ്റ് പറ പാലക്കാട് മാത്രമേ നമുക്കുണ്ട്. അതിനെ നമ്മൾ കഴിവ് തെളിയിച്ച് മറ്റുള്ളവരും പുറത്ത് നമ്മളിപ്പോ വിളിച്ച് അവിടെ പോയി വാങ്ങേണ്ട ആവശ്യമൊന്നും. അതേ കുറച്ച് പേരെ ഇങ്ങോട്ട് വലിച്ച് വാങ്ങാനുള്ള സെറ്റപ്പ് നമുക്ക് ചെയ്യാൻ പറ്റും. ഒത്തൊരുമ വേണം, എല്ലാവരും ചെയ്യാം. എനിക്ക് ആരെമേലും ദേഷ്യമില്ല, എല്ലാവർക്കും എനിക്ക് ഒരേപോലെയാണ്. തിരിച്ച് എന്റെ മേലെ അങ്ങനെ പ്രതികരിക്കുന്നു. എല്ലാവരും നന്ദി, നമസ്കാരം. ജിജോട്ടെ, പിന്നെ ഇപ്പൊ നമ്മളിപ്പോ ഒരുപാട് ഫുഡിന്റെ കാര്യങ്ങളൊന്നും ആരും പറയുന്നില്ല. അപ്പൊ എനിക്കൊരു നമുക്കൊരു 12 മണിക്കൂർ ഒരുപാട് കൂടുകൾ ഇപ്പൊ അൺലിമിറ്റഡ് പ്രാവണോട്ട് കൊണ്ടുപോയിട്ട് അവർ പറപ്പിക്കുന്ന സമയത്ത് പ്രാവ് വലിയ ദിവസം പറപ്പില്ല, 10 മണിക്കൂർ 8 മണിക്കൂർ ഒക്കെ പറക്കുള്ളൂ. അപ്പൊ നമുക്കൊരു 12 മണിക്കൂർ ഒരു പ്രാവ് ഒരു 7 മണിക്ക് വിട്ടിട്ട് ഒരു വൈകുന്നേരം 7 മണി വരെ ഒരു സഭയ്ക്ക് പറപ്പിക്കണം. അതിനുള്ള ചെറിയൊരു ട്രെയിനിങ് മെത്തേഡ് നിങ്ങളൊന്ന് പറയും. ഒരു പറക്കണ നമ്മുടെ ട്രെയിൻ ചെയ്യണം, നല്ല ക്വാളിറ്റി. നമുക്ക് ഫുൾ ഔട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് ഏകദേശം 12 മണിയാണ്. അതായത് ഉച്ചയ്ക്ക് 12 മണി തൊട്ട് നമുക്ക് രാത്രി അത് 7:30 മണി വരെ. ഒരു പ്രാവ് നമ്മൾ രാവിലെ വിട്ടിട്ട് കയറ്റിയിട്ട് അതിന് നേരെ ട്രെയിനിങ് ചെയ്ത് പന്തയത്തിന് വിടാൻ പറ്റും. അപ്പോഴേക്കും അതിന്റെ ശരീരമായിട്ടുള്ള പ്രശ്നം സംഭവിക്കും. അത് നോട്ട് ചെയ്തോട്ടെ, അത് സംഭവിക്കാറുണ്ട്. ഫുള്ളോട്ടൊന്നും വിടണ്ട. നമുക്ക് ആ പ്രാവ് പറവയ്ക്ക് എത്തും തോന്നിക്കഴിഞ്ഞാൽ ഒരു 12 മണി ലാസ്റ്റ് അതിന് കട്ട് ഔട്ട് അതായിരിക്കണം. അടുത്ത 2 ദിവസം റെസ്റ്റ് കഴിഞ്ഞ് ഡയറക്റ്റ് പന്തയം വിടാം. അങ്ങനെയുള്ള ഒരു ആരോഗ്യമായത്തോടെ വിടാനാണ് ഞാൻ പറയണത്. ഒരിക്കൽ ചിലവര് രാവിലെ വിട്ടിട്ട് ഇതിന് വൈകുന്നേരം വരെ 12 മണി ആക്കാൻ നോക്കാറുണ്ട്. അങ്ങനെ എത്താനുള്ള ഒരു ഉണ്ടാവില്ല. ആ ദിവസം അയക്കണം അതിന്റെ ഫുൾ ഔട്ട് സംഭവിക്കും. പന്തയം ദിവസം അയക്കണം ആ പ്രാവ് അത് മതി പറഞ്ഞ് പറക്കേണ്ടത്. എന്നെ റഫറിമാർ വന്ന് ചീത്ത പറഞ്ഞു. എന്റെ ഇവിടെ ഞാൻ ഷിബോർഡിനോട് അത്ര കൊടുമ്പേലത്ത് എന്റെ പറഞ്ഞൊരു പ്രാവുണ്ട് 8 സംതിങ്. അത് ആ പ്രാവ് ചാൻസ് വാങ്ങി വിടുകയാണ്. അതായത് നല്ല മഴയത്ത് ആ പ്രാവ് 6:57 ഇവിടെ ഇരിക്കണം. നല്ല മഴ, റോട്ടിൽ കൂടെ പോണ പോലെയാണ് പ്രാവ് മുട്ടി പോണത്. 2 പ്രാവും ഇവിടെ തന്നെയുണ്ട്, അത് പോയിക്കൊണ്ടിരിക്കണം. അപ്പൊ അതേ ചാൻസ് 6:57 ഞാൻ വാങ്ങിച്ചിട്ട് അതേ പ്രാവ് 8:26 ഉള്ളിൽ ഇരിക്കാൻ വരുന്ന സമയത്ത് ഞാൻ 20 ആ ടൈം അടിക്കട്ടെ നിന്നിട്ട് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ലൈറ്റ് ഓണാക്കാൻ വരുമ്പോൾ പ്രാവ് കയറിപ്പോയി അങ്ങോട്ട് പോയിട്ട് വരുമ്പോൾ 31:20. ഈ പ്രാവ് അടിച്ച പ്രൈസ് തന്നെയാണ് ഈ കാണുന്നത്. ഈ കാണുന്നത് നമ്മുടെ ഇവരുടെ 7.5 പന്തയത്തിൽ പറപ്പിച്ചിട്ട് അതിൽ കിട്ടിയ സെക്കൻഡ് പ്രൈസ് ആണ് അതിൽ. അതും ജസ്റ്റ് ഒരു 2 മിനിറ്റ് വ്യത്യാസത്തിലാണ് അത് നമുക്ക് കിട്ടിയത്. സെക്കൻഡ് പറയില്ല. ഇതിന്റെ കൂടെ എല്ലാവർക്കും ആ അനുഭവം ഉണ്ടെന്ന് എനിക്ക് നന്നായി അറിയാം. എല്ലാവരും അങ്ങനെ തന്നെയാണ്. എന്ത് ഒരു സമാധാനം ഉണ്ടെങ്കിൽ ആ കൂടുതൽ 10 മിനിറ്റ് കയറി നിന്ന സമാധാനം അത് നമുക്ക് എല്ലാവർക്കും കിട്ടിയിട്ടില്ല. അവരുടെ കിട്ടിയിട്ടില്ല. അത് അവരുടെ ഓരോ വീഡിയോ കാണുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അല്ലെ, നിങ്ങളിപ്പോ വീട്ടില് വൈഫിനെ കുറിച്ചില്ലേ ദേ പരിപാടി ഉണ്ട്, കുറെ പേര് മടിച്ചിട്ട് പുറത്ത് പറയുന്നില്ലേ. എല്ലാ വൈഫുമാരും സപ്പോർട്ട് ഉണ്ട് കേട്ടോ. ഇഷ്ടപ്പെട്ട ഈ പ്രാവിനെ ഇഷ്ടപ്പെട്ടവരൊക്കെ മിനിമൽ സപ്പോർട്ട് ചെയ്യേണ്ട നല്ല ഉറപ്പ് എനിക്കുണ്ട്. ഒരു ഭർത്താവ് ഒറ്റയ്ക്കിരുന്ന് പറപ്പിക്കുമ്പോൾ ഇല്ലെങ്കിൽ ഒരു കൂട്ടുകാരൻ ഒറ്റയ്ക്ക് പറപ്പിക്കുമ്പോൾ ചങ്ങാതിമാരെ സഹായിക്കാണ്ടോ ഒരു ഭാര്യ സഹായിക്കാണ്ടോ പറവ അവിടെ എത്തുന്നില്ല. അവർക്ക് ആ മടിയും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഇങ്ങനെ വരുന്നില്ല. അത്രയും ഞാൻ പറയുള്ളൂ. അപ്പൊ നമുക്കൊരു 12 മണിക്കൂർ പറക്കണം പ്രാവിന് ഇതേപോലെയൊക്കെ ട്രെയിൻ ചെയ്ത് കട്ടൗട്ട് കൊടുത്തിട്ട് പിന്നെ റെസ്റ്റ് കൊടുത്ത് പ്രാവിന്റെ ഫിറ്റ് നോക്കിയിട്ട് ചെറിയൊരു
ചുറ്റിപ്പും കൊടുത്തിട്ട് പ്രാവിനെ കയറ്റിയ ഒരു കേറും. 2-3 മണിക്കൂർ എന്തായാലും കയറി പറന്ന് വൈകുന്നേരം വരെ പറക്കാനുള്ള ചാൻസ് ഉണ്ട്. പൊതുവെ ഒരു ചാൻസ് എന്നാണ് എന്താ ബേട്ടാ, ഒരു തണുപ്പ് ക്ലൈമറ്റിലാണ് വിശ്വാസം കൂടി നമ്മൾ വിശ്വാസം കൊടുക്കണം പ്രാവിന്. അതെ എന്റെ പ്രാവ് ഈ എത്തില്ല എന്ന് മനസ്സിലാവുന്ന അവിടെ അത് സംഭവിക്കും. സംഭവിക്കും. ആ പ്രാവ് എത്തില്ല, അതെ അതെ നിൽക്കൂടാ, അത് പറക്കൂടാ എന്നുള്ള ടെൻഡൻസ് കൊടുക്കുക, എന്നിട്ട് ഇരുന്നോട്ടെ, ഇന്നല്ലെങ്കിൽ നാളെ അതൊരു ടൈം നമുക്ക് വെച്ച് തരും. അതങ്ങനെ സംഭവിച്ചവർ നിറയെ പേരുണ്ട് അല്ലേ? എല്ലാവരും കൂടെ എനിക്ക് നമ്മുടെ മുതിർന്ന ആൾക്കാര് 33 ഉറപ്പിച്ചതും 27 25 ഉറപ്പിച്ചവരുടെ അനുഭവങ്ങൾ നമ്മൾ പറയുമ്പോൾ അതുകൊണ്ട് ഇതേപോലെ ഇമ്പായിക്കാനെ പറഞ്ഞത് ഇമ്പായിക്ക പറഞ്ഞ ആ പ്രാവ് എല്ലാ പദ്ധതിയിലും വിട്ടിട്ടുണ്ട്. അതിനുള്ള സമയം എത്തിയപ്പോൾ ഒരു അടി അടിച്ചു കൊടുത്തു. ആ പ്രാവ് രാവിലെ വരെ പറഞ്ഞ പ്രാവാണ്. പക്ഷെ സഭയ്ക്ക് എത്താത്തതുകൊണ്ട് എല്ലാവരും പറയും അത് അങ്ങനെ പറഞ്ഞവരുണ്ട്. ധാരാളം എന്റെ കാര്യം കേട്ടിട്ടുണ്ട്. ഞാൻ പേരും വ്യക്തിയൊന്നും പറയില്ല. അങ്ങനെ അദ്ദേഹത്തെ പറഞ്ഞ അതേ പ്രാവ് തന്നെ പറഞ്ഞവരുടെ ഉമ്മർത്ത് അടിച്ചു കൊടുത്തില്ല അദ്ദേഹം. അതെ, അത് മൂപ്പര് ആലോചിക്ക, മൂപ്പര് എത്ര ഇത് നമ്മൾക്ക് 7 വർഷമായിട്ടുള്ളൂ. നമ്മൾ ഏതൊരു വീഡിയോ ഇട്ടുണ്ടെങ്കിലും അതെ ചെറിയൊരു വലിയൊരു മൂപ്പർക്കില്ല. അതിൽ കാണുമ്പോ അതിലാണ് ഞാൻ അങ്ങനെ. അതുകൊണ്ട് നമ്മുടെ ആൾക്കാർ അവര് തമ്മിലൊക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്കത് കാണിക്കാൻ പാടില്ല. അതൊക്കെ അവര് തമ്മിൽ, നമുക്ക് എല്ലാവരും ഗുരുനാഥന്മാര് അനിയന്മാര്, ഇത്ര ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ട്. അവര് തിരിച്ച് എന്നെ പെരുമാറുന്നത്, നമ്മൾ കൂടെ നിന്നിട്ട് ഒരാൾ പെട്ടെന്ന് നമ്മളെ ചതിക്കുമ്പോൾ വേദന നമുക്കുള്ളൂ. ഇപ്പൊ നിങ്ങളുടെ അഭ്യാടന്റെ തൊട്ടൊരു കൂടെ ഉണ്ട്, അല്ലെങ്കിൽ തൊട്ട ആൾക്കാരുണ്ട്, പെട്ടെന്ന് അഭ്യാടം ഒന്ന് നോക്കടാ, പോയിട്ട് വരാൻ ആ ഒരു വിശ്വാസമാണ്. അവര് അതൊക്കെ അവിടെ അവന് പറയുന്നത് വേണ്ട, കാണിക്കോട്ടെ പറയും. ചിലപ്പോ പറഞ്ഞാളുടെ ഉമ്മർത്തായിരിക്കും നമ്മൾ ആത്മാവ് പറക്കണ്ട കേട്ടോ ഇരുന്നു എന്ന് പറയും. ശരി, നമ്മൾ ആ വിശ്വസിച്ചാണ് ഇരുത്തേണ്ടത്. ചിലപ്പോൾ അതിന് ഫാൾട്ട് കാട്ടുമ്പോൾ നമുക്ക് പറഞ്ഞു തരാറില്ല. ഈ ഫാൾട്ട് നമ്മളെ പറഞ്ഞാൽ നമ്മൾ അതിന് ട്രെയിൻ ചെയ്യും. ചിലപ്പോൾ നമ്മൾ അവരെ വിശ്വസിച്ചാക്കി 1500 മുടക്കി 2000 മുടക്കി ഒരു ദിവസം കഴിഞ്ഞാൽ പ്രാവിനെ വിടുന്നു. അന്ന് ദിവസം നമ്മുടെ സമയം തന്നെങ്കിൽ നമ്മൾ വീട്ടിലിറങ്ങും, നമ്മൾ ചോദിക്കും ഇപ്പം പറഞ്ഞിട്ടുണ്ട്. അത്രേ ഉള്ളൂ. അതിന് ആ ദിവസം നീ വയ്യായ്മ ഉണ്ടാവും. നമുക്ക് വെട്ടിട്ട് ഇരുത്തേണ്ട സമയം നമ്മൾ അവിടെ ഇല്ല. അപ്പൊ അത് മാറിയിരുന്നു. വീട്ടിൽ ഇറങ്ങാൻ പാടില്ല, ട്രെയിനിങ് പീരീഡ് കഴിഞ്ഞിട്ട് അവിടെ മാറിയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ അതിനെ കുറ്റം പറയാനും പാടില്ല, ഒന്നും കൂടി ട്രെയിൻ ചെയ്യുക, പറപ്പിക്കുക. ആ അനുഭവം എനിക്കുള്ളതുകൊണ്ടാണ് എന്റെ അവിടെ 17 പറഞ്ഞത്. ഇനി ജിജുവേട്ടൻ്റെ കുറച്ച് പ്രാവുകളെ കണ്ടാലോ? അടുത്ത പേര് 17, രണ്ടും ഒരുമിച്ച് പറഞ്ഞ ആൾക്കാരാണ്. 17 ഇത് 17 ഒരാളെ എലി അടിച്ചിട്ടേ തൊക്ക് പൊട്ടിയത് മാതായി പറഞ്ഞ സമയത്ത് 15 ജില്ലാൻ പറഞ്ഞതാണ്. അതാണ് അച്ഛനില്ല. ഇത് പുതിയതോടെ ഇട്ടതാണ്. ഈ പ്രാവ് പറഞ്ഞിട്ടുണ്ട്. ഈ പ്രാവ് നമ്മള് 14 മണിക്കൂർ ഇതിൽ പറഞ്ഞതാണ് 2020. ഇതോ ആ പ്രാവ് ഇത് പൈസക്കാരാണ്. ഇത് ആണ് നമ്മൾ പുറത്തുകൊണ്ടതാണ്. ഷിവറിങ്ങൊക്കെ ഉണ്ടല്ലോ. ഈ താഴത്തെയോ? ഇല്ല, ഈ ജോഡി നമ്മൾ കൂട്ടുകാരനാണ്. തൽക്കാലം കൊണ്ട് നിർത്താറുണ്ട്. ഇത് ഇത് ചേട്ടാ, ഇത് പുതിയ ജോഡി തെറ്റിയതാണ്. കുഞ്ഞെടുത്തില്ല അല്ലെ? ഇല്ല, പറപ്പിക്കാൻ വേണ്ടി വെച്ചിരിക്കും. ഇതൊരു 1.5 ജോഡിയാണ്. ഇത് പച്ചക്കാണ? ഇതേതായിട്ടോ? ഇത് ഉടുമ്പലപ്പെട്ട പെട്ട അത് വേറെ പുറത്ത് കൂട്ടുകാരനാണ്. ഇതോ? അത് നമ്മള് പഴയ പ്രാവുകൾ. ഇതാണ് മണിയേട്ടന്റെ 5ാം സ്ഥാനം പറഞ്ഞതിന്റെ അച്ഛൻ. ഒരു വെള്ളിയിലെ പ്രാവ് പറഞ്ഞത് 2023. ഈ ജോഡി കൊടുത്ത ഈ പെട്ട ഇത് പൈസ കട. ഇതോ? ഈ ജോഡിയാ? ഇത് നമ്മുടെ ഇവിടെ ഇത് റിയാസ് ഗിഫ്റ്റ് ചെയ്താണ്. ഈ പ്രാവ് ആഗ്രഹം കൊണ്ടുവന്നതാണ്. അത് നമ്മുടെ മെയിൻ ഇവിടുത്താണ്. ഇത് വന്നിട്ട് ഈ പ്രാവാണ് നമ്മള് പൈസൽക്കട ഒരു സുർമയിലെ ഒരു പ്രാവ് നമ്മൾ പറപ്പിച്ചിട്ട് അതിന്റെ അതിന്റെ കൂടെ ബ്രീഡിൽ കുഞ്ഞിറങ്ങിയിട്ടുണ്ട്. അത് പറപ്പിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിപ്പോ ആയിട്ടുണ്ട്, ടൈം ആയിട്ടുണ്ട്. മണികണ്ട പന്തയത്തിന് വേണ്ടി വെച്ച പ്രാവാണ്. വെട്ടില്ല, ഇപ്പൊ എല്ലാം വെട്ടി വെക്കും. ഈ പ്രാവാണ് നമ്മള് ഒരു 15 മണിക്കൂർ പറഞ്ഞതിന്റെ കൂടെ സപ്പോർട്ട് വന്നു. 12 മണിക്കൂർ പറക്കുള്ളൂ, സപ്പോർട്ടാണ്. സെയിം പ്രാവിനാണ് ഇത്. ഇത് ഇവിടുത്തെ ജോഡിയാണ്, മെയിൻ ജോഡികളാണ്. ഇത് നമ്മളെ ഒരു 8 പന്തയം പറപ്പിച്ചു തലപ്പുള്ളി ആ വഴിന്റെ വഴിയുടെ പ്രാവിന്റെ ഈ ജോഡിന്റെ കുട്ടിയാണ് നമ്മളിപ്പോ 15 മണിക്കൂർ 9 മണിക്ക് സമയം പോയ ശേഷം ഇതായത് പ്രാവിന്റെ അച്ഛനമ്മയാണ്. ഇതോ? ഇത് നമ്മള് ഒരു പച്ചക്കണ്ണിൽ ഒരു ആണുണ്ട്, വലിയ ആണ്. അതിന്റെ ഒരു മകൾ ഇത് പറപ്പിച്ചിട്ട് പോയ പോലെ ലഗഡ് അടിച്ചിട്ട് പെട്ട പ്രാവാണിത്. ഇത് ലഗഡ് അടിച്ച ശേഷം ഒതുക്കിയതാണ്. ചിറകിൽ തന്നെ നിർത്തിയാണ്. ഇവരാൾ ഓടി കൊണ്ടിരിക്കുന്നത്. ഇതും നമ്മളാ പറഞ്ഞ 14 സംതിങ് ഡബിൾ കണ്ണാണ്. ഈ പ്രാവിന്റെ മകളാണ് ഡയറക്റ്റ്. ഇതിന്റെ ഈ ജോഡർ മകളാണ്. അത് അച്ഛാത്ത അമ്മ. ഇങ്ങനെയാണ്
ഇതോ ഇതിപ്പോ ഒരു പുതിയ ജോഡി മൂപ്പരവിടെ കുഞ്ഞു കൊണ്ടുവന്നാണ്. പെട്ടയാണ്. അത് പെട്ട ഇത് ജോഡി ഇട്ടുണ്ടായിരുന്നു, കുഞ്ഞ് റിങ് ഇടുന്ന മുമ്പ് തന്നെ കുഞ്ഞു തന്നെ. ഇതിലൊരു പ്രാവുണ്ടല്ലോ. ഇതിലുണ്ട്. ഇതാ ചേട്ടാ. ഇതൊക്കെ നമ്മള് പറപ്പിച്ചത് തന്നെയാണ്. ടൈം എത്താത്തത് കൊണ്ട് ആ നമ്മൾ അതിനെ വേവൽസ് ആക്കി പൈലറ്റ്, അതായത് ഹോമർ ഒഴിവാക്കി. ഡയറക്റ്റ് ഇവരുടെ കത്തുമ്പോ നല്ല വിത്തായിരിക്കുള്ളൂ. പറപ്പിച്ച പ്രാവണത് ഇതൊക്കെ അല്ലേ? ഈ പ്രാവ്. ഇനി കാണാൻ പോകുന്ന ആളുകളാണ് നമ്മുടെ ഫൈസലക്കിയും പിന്നെ അവരുടെ ടീമും. അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ തെച്ചി എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹം. ജിജേട്ടൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂപ്പരെ, ഒരു ആയി കൊടുക്കും. അപ്പൊ ഇതാണ് ജസ്റ്റിന്, ആള് ഷോപ്പിലുള്ള ആളാണ്. ഇത് പിന്നെ ഇത് ഓക്കെ ഡീൽ എന്ന് പറഞ്ഞിട്ട് അറിയുന്നതാണ്. ഒരുപാട് യൂട്യൂബ് ചാനലിലും പിന്നെ ഒരുപാട് ഗ്രൂപ്പുകളിലൊക്കെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഇറക്കപ്പെട്ട ആ പ്രദേശത്തിന്റെ ഫൈസൽ എന്ന് പറഞ്ഞാൽ അറിയാം. പിന്നെ ഒരുപാട് അദ്ദേഹത്തിന് പറയും ചൊട്ട ഫൈസ് എന്ന് പറയും, പക്ഷെ മുടിയൊക്കെ വന്നിട്ടുണ്ട്, അടിപൊളിയാണ്. ഇദ്ദേഹത്തിന് പിന്നെ എല്ലാവർക്കും അറിയാലോ. ഫൈസൽക്കാം ഇവിടുത്തെ കൂടിനെ കുറിച്ചിട്ട് നിങ്ങളൊരു ജിജോന്റെ കൂട്, ജിജോ കുട്ടിക്കാലം മുതൽ ചെറുപ്പം മുതൽ പ്രാവൊക്കെ വെച്ചിട്ട് ഇരുന്ന് പിന്നെ അവര് സുഹൃത്തുക്കളായിട്ട് അവരിങ്ങനെ പ്രാവ് നോക്കി. ഫസ്റ്റ് സ്റ്റാർട്ടിങ് അവൻ 12 മണിക്കൂർ സ്വന്തമായിട്ട് അവൻ എല്ലാതിന്റെ അഭിപ്രായങ്ങളും നമ്മുടെ പാലക്കാട് എല്ലാവർക്കും സപ്പോർട്ടും കാര്യങ്ങളായിട്ട് അവ ഇങ്ങനെ ചോദിച്ചിട്ട് പഠിച്ചിട്ട് പറവയിൽക്കാരനായതാണ്. അതെ, അവനൊക്കെ ഒരു എൻട്രൻസി നോക്കി അവൻ പഠിക്കണം എന്ന് പ്രാവിനെ കുറിച്ച് പഠിച്ചു, പ്രാവിനെ അവൻ പഠിപ്പിച്ചു, അവൻ പറപ്പിച്ചു. എന്തായാലും നമ്മളുടെ അഭിപ്രായങ്ങൾ ചോദിക്കും, നമ്മൾക്ക് അറിയണത് പറഞ്ഞു കൊടുക്കുക, അറിയണത് ചെയ്യും. പിന്നെ രാജേഷ് ഭയങ്കര അവന്റെ ഹാർട്ട് ബീറ്റ് ആണ്, കറുകോടി രാജേഷ്. നമ്മള് ഭയങ്കര ഇതാണ്, നമ്മുടെ തെച്ചി ഇവരൊക്കെ ഡിസ്റ്റന്റ് തെച്ചി അരിക്കൂട്ടിയൊക്കെ കൂടിയിട്ടാണ്. അവ മാക്സിമം രാത്രി അധികം ഉറക്കൊഴിക്കാൻ പറ്റില്ല, അതുകൊണ്ട് അവൻ ഉറക്കൊഴിക്കൂല, മാക്സിമം നിന്ന് ബാക്കി ഇവരൊക്കെ നിന്നിട്ടാണ് പറപ്പിച്ചത്. പിന്നെ നമ്മുടെ ചെക്കൻ ആക്സിഡന്റ് ആയപ്പോ നല്ലൊരു പറവ കിട്ടേണ്ടതാണ് ഈ കൊല്ലം അവനിക്ക്. അത് ഇവൻ ആക്സിഡന്റ് ആയി, പിന്നെ ഇവർക്ക് അതിന്റെ ബാലൻസും ഇല്ല, പിന്നെ ഇതിന്റെ ബാക്കിലൊക്കെ ഓടി, പിന്നെ ഒരു പന്തയം വിടണമല്ലോ കൊണ്ട് ഓട്ടി വെച്ച പ്രാവ് പിന്നെ റീകണ്ടീഷനിൽ പെട്ടെന്ന് വിട്ടുകൊണ്ടാണ് ഈ ടൈം കിട്ടിയത്. അല്ലെങ്കിൽ ഇതിനെക്കാട്ടി നല്ലൊരു ടൈം കിട്ടിയിട്ടുണ്ടാവും, കിട്ടാനുള്ള അവസരം കിട്ടിയിട്ടുണ്ടാവും. കുഴപ്പമില്ല, അടുത്ത പോലെ അവര് ഒരു നല്ലൊരു പറവ് പറപ്പിക്കട്ടെ. പിന്നെ ഫൈസലൊക്കെ ഇവിടെ നിങ്ങൾ 27 മണിക്കൂർ പറപ്പിച്ച പ്രാവണല്ലോ, റെക്കോർഡിക്ക് വന്ന പ്രാവ്. ആ പ്രാവ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു, അത് കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന്റെ പേരൻസ് ഒക്കെ അതൊക്കെ എന്റെ കയ്യിൽ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് എത്ര കൂടുതല്? എനിക്കിപ്പോ 2-3 കൂടുണ്ട് നമ്മുടെ സുഹൃത്തുക്കളുടെ. ഒന്ന് നൗസീർ വടക്കേപ്പറമ്പ്, അത് ബ്രീഡിംഗ് കൂടാണ് ഇല്ല പറവക്കൂട് തന്നെയാണ്. ഇത് പറവക്കൂട് തന്നെയാണ്. പിന്നെ നമ്മുടെ തെച്ചിന്റെ പറവക്കൂട് തന്നെയാണ്. പിന്നെ അതന്നെ നമ്മള് പിന്നെ നൗസിന്റെ അങ്ങോട്ട് ഇങ്ങോട്ട് വലിയ പ്രാവൊക്കെ കൊണ്ട് നിർത്തും. ബ്രീഡിംഗ് കൂടെ ബ്രീഡിംഗ് കൂടെ എന്റെ അച്ഛനമ്മയൊക്കെ എന്റെ കയ്യിൽ തന്നെയാണ്. അതിന്റെ മുത്തനും ഉണ്ടായിരുന്നു. അതിന്റെ മുത്തി പ്രാവ് ഇതിന്റെ രൂപീകരിച്ച പ്രാവ് ഉടമയിൽപ്പെട്ട പ്രാവ് തന്നെയാണ്. നമ്മുടെ ചുണ്ടാമത്ര വിജയേട്ടൻ തന്നാണ് ഒരു ഫീമെയില് പണ്ട്. അങ്ങനെ നമ്മളൊരു മെയില് തമിഴ്നാട് നിന്ന് പോയിട്ട് എടുത്തിട്ട് ക്രോസ് ചെയ്ത പ്രാവുകളാണ്. കൊണ്ടുവന്ന പ്രാവല്ല നിങ്ങൾ പറപ്പിക്കണം, നിങ്ങളെ കൂട്ടുകുഞ്ഞിൽ തന്നെ പറപ്പിക്കും. ഞാൻ റിങ്ങിട്ടിട്ടാണ് എന്റെ പ്രാവിനെ പറപ്പിക്കുന്നത്. അല്ല, അത് എനിക്ക് ഞങ്ങൾക്ക് അറിയാം. അത് ഈ വീഡിയോ കുറെ വീഡിയോ കണ്ട ആൾക്കാർക്ക് അറിയാം. ആളുടെ റിങ്ങില് പ്രാവള് പറക്കാത്ത മുന്നേ ടൈം എഴുതിയിട്ടുണ്ട്. അതിന്റെ കാര്യം നിങ്ങൾ തെളിയിച്ച ഒരാളാണ്. അപ്പൊ അതിനെ കുറിച്ച് കൂടുതൽ ഞാൻ ചോദിക്കണില്ല കേട്ടോ. അതെന്തായാലും നിങ്ങൾ അറിയുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇതില് ചില ആൾക്കാർക്ക് പറയുന്നുണ്ട് ഇതിന്റെ പേരൻസ് ഒന്നും എന്താണ് നിലവിലില്ല, എല്ലാം അപ്പൊ മിനിമം എത്ര 4 കൂടുണ്ടോ? 4-5 കൂടുണ്ട് സുഹൃത്തുക്കളൊക്കെ. അപ്പൊ ഈ പറഞ്ഞ നമ്മുടെ വടകരയിലുണ്ട്, കുള്ളാപ്പി പറയും, അത് നമ്മുടെ ഏറ്റവും വലിയ സുഹൃത്താണ്. ഇവിടുത്തെ പാലക്കാട് പ്രാവ് നമ്മുടെ അവിടെ അവൻ 13 ചിൽഡ്രൻ അവൻ ജീവിതത്തിൽ പറപ്പിക്കാത്ത വ്യക്തി പറപ്പിച്ചു. നമ്മൾ പ്രാവ് കൊടുത്തിട്ട് അവന് കുറെ ഹാപ്പി. അതുപോലെ കുണ്ടു പറയും, അവന് വടകരയിൽ ഒരു കൂട് നമ്മുടെ ഊഞ്ചന്നെ അവനിക്കും 13 അവൻ ഇന്ന് വരെ ആയിട്ട് പറപ്പിച്ചിട്ടില്ല. നമ്മൾ കൊടുത്തപ്പോ പറന്നു, നമ്മുടെ പ്രാവിനെ പറന്നത്. അതിനൊക്കെ റിങ്. പിന്നെ നമുക്ക് പൊതുവെ പറയുകയാണെങ്കിൽ നല്ല ഇനം പ്രാവ് ഉണ്ടെങ്കിൽ 4-5 മതി ജോഡികൾ. നല്ല പ്രാവ്, നല്ല ബെഡ് ലൈന് നല്ല പ്രാവാണെങ്കിൽ 4-5 പ്രാവ് ജോഡി വെച്ചാൽ മതി. 100-200 പ്രാവിന്റെ ആവശ്യമില്ല, അത് പറന്നിരിക്കും. 916 ഐറ്റം ഉണ്ടാക്കിയ DNA ഒക്കെ നമ്മൾ തന്നെ നോക്കി സെറ്റ് ആക്കിയ പ്രാവ് മതി. ഇന്നില്ലെങ്കിൽ പിന്നീട് അത് പറക്കുക പറക്കും. നമ്മൾ അതിനെ നല്ല സപ്പോർട്ട് ചെയ്തിട്ട് കൂട്ടി ബാക്കിൽ പോയ പറന്നിരിക്കും. പിന്നെ നമ്മളിപ്പോ പറന്ന 27 പറന്ന പ്രാവ് കൂട്ടുപന്തയത്തിൽ 7 ചിൽഡ്രൻ പറന്ന പ്രാവാണ്. പിന്നെ കല്യാണി മറ്റേ ഡിസ്ട്രിക്ട് പന്തയത്തിൽ ബിയിൽ 16 ചിൽഡ്രൻ പറന്നത്. പിന്നെയാണ് നമ്മൾ ഗോപി മെമ്മോറിയൽ പ്രാവ് 27 പറന്നത്. അല്ലല്ല, സ്റ്റെപ്പ് ആയിട്ട് അതേ കൊല്ലം തന്നെയാണ്. അതേ കൊല്ലം 8 കല്ലിയിലാണ് ഇതൊക്കെ പറന്നത്. ഒറ്റ സീസണിൽ തന്നെ പറന്നത്. അപ്പൊ ആ പ്രാവിനെ പരമാവധി പറപ്പിച്ചിട്ടുണ്ട്. നമ്മൾ 2-3 പ്രാവ് പറന്നുണ്ട്. ഒരു പ്രാവ് നമ്മുടെ നല്ലോണം പറന്നിട്ട് പ്രാവിന് ഒരു സുരേഷായിട്ട് ഒരു പറവേ ഉള്ളൂ. ചിലവര് 50 മണിക്കൂറൊക്കെ പറക്കുന്നതൊക്കെ വെറുതെയാണ്. നമ്മൾ കാഴ്ചയിൽ ഞങ്ങളൊക്കെ അനുഭവപ്പെട്ട തന്നെയാണ്. ഒരു പ്രാവ് നന്നായി പറന്നിട്ടുണ്ട്, അത്രയും പറന്നുണ്ട്. അതിന്റെ ടൈം പറയുകയാണെങ്കിൽ നല്ലൊരു അത്ഭുതം തന്നെയാണ്. അത് പറയാൻ നിൽക്കുന്നില്ല. പറന്നിട്ട് ആ പ്രാവ് റെഡി ആയില്ല, നെഞ്ഞ് പറ്റിൽ വന്നു ചത്തുപോയി. അത് ഉമ്മിനീര് കംപ്ലീറ്റ് വറ്റിക്കാനെ കഴിഞ്ഞു, വറ്റിക്കല്. പിന്നെ അതിന്റെ ഇതിന്റെ കൂടെ ഒരു സുറുമയിൽ ഒരു പ്രാവ് പറഞ്ഞു, അതിൽ ഇതിനെക്കാട്ടി മേജോറിറ്റി പറഞ്ഞ പ്രാവാണ്.
ഞങ്ങൾ അതിനെയാണ് പന്തയം വീസാൻ നിന്നത്. നോക്കുന്ന പ്രാവ് നമുക്ക് അതും നല്ലൊരു പറവ കിട്ടിയിട്ട് പ്രാവ് ഉള്ളു പോയി. പിന്നെ ആ പ്രാവ് ഡിക്ലെയർ ചെയ്യുമ്പോഴേക്കും പ്രാവ് റെക്കോർഡിൽ പൂർണ്ണമായിട്ട് കാഴ്ച വെച്ച പ്രാവ് തന്നെയാണ് മെജോറിറ്റി. ഈ പ്രാവ് നമ്മളൊക്കെ പ്രാവ് ഒരു 1.5 ദിവസം 2 ദിവസം ഒക്കെ പറഞ്ഞ പ്രാവാണ്. 27 ഇറക്കിയതാണ്. നമ്മളെല്ലാരും കൂടി പറഞ്ഞു ഇറക്ക് പറഞ്ഞു. അപ്പൊ നമ്മുടെ നമ്മുടെ ഒരു ശിഷ്യനുണ്ട് പയ്യാണി, നല്ലൊരു നമ്മുടെ ഒരു ആക്ട് ബീറ്റാണ്. അവന്റെ ശിഷ്യൻ തന്നെയാണ് പറക്കാൻ. അവന്റെ ഇറക്കാൻ പറഞ്ഞ് തച്ചി അവനാണ് പ്രാവിനെ ഇറക്കിയത്. ഞാനും വീരൻ അപ്പുറത്ത് ഈ പ്രാവ് പറഞ്ഞ 27 ഇറക്കിയതാണ്. പ്രാവ് ഇറക്കിയതാണ്. അല്ലെങ്കിൽ പ്രാവ് പിന്നെയും പറഞ്ഞിട്ടുണ്ടാവും. ഞങ്ങൾ ഓട്ടിയിട്ടും ഉണ്ട് കേട്ടോ. ആ പ്രാവിന് അത്ര ഓട്ടിയിട്ടുണ്ട്. 3 പ്രാവിനെ ഓട്ടി, ഒരു പ്രാവ് മരണപ്പെട്ടു പോയി. 2 പ്രാവിൽ 1 പൂവും ചെയ്തു. പിന്നെ ഒരു പ്രാവ് ചെയ്തു. അപ്പൊ അങ്ങനെ ഗിഫ്റ്റ് നമ്മുടെ സുഹൃത്തിന് ഞാൻ പറഞ്ഞു. പറക്കുമ്പോ തന്നെ അതിൽ പറഞ്ഞു വൈകുന്നേരമായപ്പോ, ഏത് വൈകുന്നേരം? പ്രാവ് കാലത്ത് വിട്ടിട്ട് വൈകുന്നേരം, പിറ്റേ ദിവസമല്ല വൈകുന്നേരം. അപ്പൊ ജിജോ അങ്ങനെയാണ്, എന്നാ എനിക്ക് ഗിഫ്റ്റ്. അപ്പൊ നമ്മുടെ വീട്ടിൽ ചോദിച്ചു പൈനെന്താണ്? നമ്മുടെ അണ്ണനന്മാരാണ്. അവൻ കൂടെ നിന്നിട്ടുണ്ടല്ലോ ഫുള്ളായിട്ട്. നമ്മുടെ അണ്ണന് കൊടുക്കാ പറഞ്ഞു. പിന്നെ നമ്മള് ചാർട്ടിന്റെ സഫീക്കിന് വേണ്ടി ടോക്കൺ ഇടാൻ നിന്നപ്പോഴും ഇവരൊക്കെ സമ്മതത്തോടെ തന്നെ ഇടല്ലേ ചോദിച്ചപ്പോ അവര് പറഞ്ഞു എന്നാ ആയിക്കോട്ടെ ഇടാ പറഞ്ഞു. പിന്നെ നമ്മുടെ സുഹൃത്ത് ഷിബു 2-3 പേര് ഫോണിൽ കൂടെ എന്തിനാ പറഞ്ഞ പ്രാവിനെ കൊടുക്കുന്നത്, അതിന് വേറെ ഏതെങ്കിലും പ്രാവ് കൊടുത്തുകൂടെ, അത് നിർത്തിക്കോട്ടെ പറഞ്ഞു. പിന്നെ അങ്ങനെ നിന്ന് ജിജോനിക്ക് അങ്ങനെ കൊടുത്തു തന്നെയാണ്. അപ്പൊ അത് ഞാൻ അതിനെ കുറിച്ച് ഞാൻ എപ്പോഴും 3 വയസ്സില്ലാണ്ട് പ്രാവ് ജോഡി ഇടില്ല. 2 കൊല്ലം മാക്സിമം. 3 വയസ്സ് പറഞ്ഞാൽ പ്രാവിന് 6 മാസത്തിൽ 1 വയസ്സാണ്. ഒരു കൊല്ലത്തിൽ പറഞ്ഞാൽ 2-4 വയസ്സ്. അപ്പൊ 2 കൊല്ലം കഴിഞ്ഞാൽ പറ്റൂരിട്ട് എന്നിട്ട് അവൻ 100 വഴി ജോഡിയിട്ട് പറപ്പിച്ചിരിക്കുന്ന അതിന്റെ കുട്ടി പറന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ശരി പറഞ്ഞു. ഇപ്പൊ പ്രാവ് ജോഡിയിടാനുള്ള പക്വതയായി. നല്ലൊരു ഫീമെയിലിനെ ഇട്ടിട്ടുണ്ട്. അവരെന്നെ നമ്മൾ അവരവര് ചോയ്സ്. നമ്മൾക്ക് എടുത്ത് നിർത്താനേ പറ്റുള്ളൂ. പിന്നെ അവര് കേറിപ്പോണം. ഇന്ന് ആശാനെന്ന് അവരുടെ മനസ്സിലുണ്ടാകാൻ പാടുള്ളൂ. നമ്മള് ശിഷ്യന്മാരാണ്, നമ്മൾ പറഞ്ഞു കാട്ടാൻ പാടില്ല. അവരിനെ നമ്മളെല്ലാവരും അറിയണത് പറഞ്ഞു കൊടുക്കുക. ഇതിലൊരു നേട്ടങ്ങളൊന്നും ഇല്ല. അറിയണത് നമ്മൾ പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുക പറയാം. പിന്നെ ഞങ്ങൾ 3 പേര് തന്നെയാണ് പാർപ്പിച്ചത്. ഞാനും തച്ചിയും വീരനാണ് പാർപ്പിച്ചത്. 3 പേര് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രാവിന് നന്നായി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരാൾ ഉറങ്ങുമ്പോൾ ഒരാൾ മാക്സിമം എണീച്ചിരുന്നിട്ട് തന്നെയാണ് പ്രാവ് പാർപ്പിച്ചത്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ പ്രാവിനെ ടേണിന് വിടുമ്പോൾ 2 പ്രാവിനെ വിടുമ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഇരിക്കുക. അടുത്ത പ്രാവിനെ ടേണിന് വിടുമ്പോൾ അതേ ഉറപ്പ് വെച്ചിട്ട് പിന്നെ വേറെ പ്രാവിനെ മെനക്കെടും. അപ്പൊ ഇത് നമ്മൾ അങ്ങനെ കാൽക്കുലേഷൻ ചെയ്തിട്ടാണ് ഓട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ പ്രാവുകൾക്കും അധികം ദൂരം പറക്കണ പ്രാവിനെ ഓവർ റെസ്റ്റ് ഇടാൻ പാടില്ല. മാക്സിമം നമ്മൾ അതിനെ ഉപകരിച്ചിട്ട് പന്തയത്തിന് വീസാനോ നോക്കാൻ പാടുള്ളൂ. എന്തുകൊണ്ടാണ് പറഞ്ഞാൽ കൈച്ചപ്പ് ഇറങ്ങിപ്പോകും പ്രാവ്. അപ്പൊ നമ്മൾ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കണം മാക്സിമം. അപ്പൊ നമ്മൾ അതിനെ വിടുമ്പോഴും പ്രാവ് കവർ ചെയ്തിട്ട് തന്നെ ചിലപ്പോൾ വൈകുന്നേരം വിടും. 2-5 മണിക്കൂർ പറക്കട്ടെ കൊണ്ട് വിട്ടാലും പ്രാവ് കവർ ചെയ്തിട്ടാണ് ഇരിക്കുക. പിന്നെ നമ്മൾ അതിനെയും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെ ചിറക് വിട്ടിട്ടാലും ഇരിക്കില്ല. പിന്നെ നമ്മൾ ഓരോ സിഗ്നലുകളൊക്കെ വെച്ചിട്ടുണ്ട്, ലൈറ്റിന്റെ കാര്യങ്ങളൊക്കെ. ഒരു ലൈറ്റ് ഇട്ട് റെക്കോർഡ് ഇട്ട പ്രാവ് താഴും, അടുത്ത പ്രാവ് ഫുള്ളായി തുറന്നു വിട്ട പ്രാവ് ഇരിക്കില്ല. അത് നമ്മുടെ സിഗ്നലാണ്. ആ സിഗ്നലിലാണ് പ്രാവിനെ കൺട്രോള്. നമ്മളെല്ലാരും പറയണവര് മാക്സിമം പ്രാവിനെ ചിറക് വെട്ടിട്ട് ഇരുത്തിയിട്ട് തന്നെ മാക്സിമം പ്രാവ് ചിറക് വെട്ടിയിട്ട് ഇരുത്തുക. രണ്ടാമത് പ്രാവ് പറവക്കാർക്ക് ചിറക് വെട്ടി പറക്കുള്ള പ്രാവിന്റെ ബാക്കിൽ പോയാൽ മതി. ശശി ബ്രോ, പിന്നെ നമ്മൾ 27 മണിക്കൂർ പറപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ നിങ്ങള്. പിന്നെ അത് കഴിഞ്ഞുള്ള സീസണിലാണ് പിന്നെ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് പരിക്ക് പറ്റിയെന്ന് പറഞ്ഞു. അപ്പൊ ആ സമയത്ത് പ്രാവിനെ പറപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ആ ഒരു നേരത്തെ പറഞ്ഞ പ്രാവ് നിങ്ങൾ ഇവിടെ ട്രെയിൻ ചെയ്യുമ്പോൾ ആ ടൈം കയറി കിട്ടുന്ന ഈ ലോഫ്റ്റില് കവർ ചെയ്യുന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആക്സിഡന്റ് ആയി കിടക്കുമ്പോൾ പ്രാവ് പറക്കുമ്പോൾ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. പ്രാവ് പറന്നുകൊണ്ടിരിക്കേണ്ടി അന്ന് ജിജോട്ടന് ആ ഒരു സമയത്തിന് നിങ്ങൾ ഓട്ടിയ സമയത്തിന് കിട്ടിയിട്ടില്ല. 17 ചില്ലറാണ് ആണ്. നിങ്ങളായിരുന്നെങ്കിൽ ആ സമയം കൂടുന്ന നിങ്ങൾക്ക് ഇതുണ്ടായിരുന്നു, പ്രതീക്ഷ ഒരു 22 മണിക്കൂർ ഞാൻ പ്രതീക്ഷ കണ്ടു. ഞാൻ വന്നപ്പോ ട്രോഫി വലിയ ഇതായി കണ്ടിട്ടുണ്ടായിരുന്നു. ജസ്റ്റിൻ ബ്രോ എന്താണ് നിങ്ങൾ പ്രാവിനെ പറപ്പിക്കാതെ നോക്കാറെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഞാന് വർക്ക് കഴിഞ്ഞ് വരുമ്പോ അങ്ങനെ നോക്കും. അറിയോ പ്രാവുകളൊക്കെ? പ്രാവുകളെ അറിയാ പറഞ്ഞാ ഞാൻ ഇവിടെ വന്ന് പരിചയം. ഓട്ടാനൊക്കെ അറിയാം? ഞാൻ ഒറ്റയ്ക്ക് ഓട്ടലൊന്നുമില്ല. വിട്ട പ്രാവിനെ നോക്കി ഇതാകും. ലെജൻഡ് പറയും, ഇവിടുത്തെ കൂടിനെ കുറിച്ചൊന്ന് പറയും. ഇവിടത്തെ കൂട് ഞാൻ ഒരു 5-6 വർഷമായിട്ട് വന്നോണ്ടിരിക്കണ കൂടെ. ഈ പ്രാവുകളൊക്കെ എന്താ പാട്? പ്രാവുകളൊക്കെ നമ്മൾ വിചാരിച്ച ടൈം പറക്കും. പറക്കുന്നുണ്ട്. പറക്കും, എന്തായാലും പറക്കും, ഉറപ്പാണ്.